ഹലോ 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 എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സന്ദീപ്, വിത്ത് മീ ആർ ലേഖ, അനൂപ് ആൻഡ് കൃഷ്ണകുമാർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ തവണ നമ്മൾ യക്ഷിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ വേറെ പലർക്കും ഫീലായി. അതുകൊണ്ട് അങ്ങനെ നിഷ്പക്ഷമായി ബാക്കി എല്ലാ ചാത്തൻ, കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി, മാടൻ, മറുത മുതലായ കഥാപാത്രങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് സംസാരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് ഈ ടോപ്പിക്കുമായി വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഫോക്ലോർ ആൻഡ് ദ ക്രീച്ചേഴ്സ് ഇൻ ദ കേരള ഫോക്ലോർ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. എനിക്ക് തോന്നുന്നു അനൂപിന് തന്നെയായിരിക്കും ഇതിന് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ അനൂപ് തന്നെ അങ്ങ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ്റെ ഒരു ബേസിക് ഇൻട്രോ തരാം, എന്നിട്ട് നമുക്ക് പതുക്കെ ലിറ്ററേച്ചറിൽ ഉള്ള പോപ്പുലർ കൾച്ചറിലുള്ള ജീവികളെയാണല്ലോ വേണ്ടത്. നമുക്ക് അതിലോട്ട് പതുക്കെ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങിയിട്ട് പതുക്കെ അതിലോട്ട് പോവാം. ഇപ്പൊ ബേസിക്കലി നമ്മൾ കേരള ഫോക്ലോർ എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇപ്പൊ യക്ഷിയാണ് അതിലെ ഏറ്റവും വലിയ പോപ്പുലർ, പക്ഷെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ലോക സിനിമയെ കണ്ടതുപോലെ ഒടിയനുണ്ട്, ചാത്തനുണ്ട്, മാടനുണ്ട്, മറുതയുണ്ട്. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പോപ്പുലർ അല്ലാത്ത ചാത്താവ്, മുതിയാവ്, ഇങ്ങനെ കുറെ ടൈപ്പ് ജീവികളുണ്ട്. ചിലതൊക്കെ ദുർമൂർത്തികളാണ്, ചിലതൊക്കെ പഴയ ദൈവങ്ങളെ ഹിന്ദുയിസം വന്ന ശേഷം അതൊരു താഴെ തട്ടിലേക്ക് നമ്മൾ മാറ്റി പാർപ്പിച്ച കുറെ മൂർത്തികളാണ്. അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ടേപ്പിസ്ട്രി തന്നെയാണ്. ചില കഥകളൊക്കെ നമ്മൾ വിസ്മരിച്ച് പോവുകയും പിന്നീട് അത് പല രൂപത്തിൽ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് പല പല കഥകളുണ്ട്. അപ്പൊ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ കുട്ടിച്ചാത്തനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ കുട്ടിച്ചാത്തൻ നമുക്ക് കണ്ടു, ലോക സിനിമയിലെ ചാത്തൻ കണ്ടു, എല്ലാരും കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ആളാണ് ചാത്തൻ. പ്രത്യേകിച്ച് ഈ 390 ചാത്തന്മാര് ഉണ്ട് ഉണ്ടെന്ന് ഒരു ഇത് കേൾവിയൊക്കെ കേട്ടപ്പോ ആൾക്കാർക്കൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നു തുടങ്ങി. അപ്പൊ ആരാണ് ഈ ചാത്തൻ എന്നുള്ളത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ചാത്തൻ എന്ന് പറഞ്ഞത്, ചാത്തൻ എന്നുള്ള വാക്ക് ശാസ്താവ് എന്ന വാക്കിന്റെ ഒരു വകഭേദമാണ്. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് കുട്ടിശാസ്താവാണ്, ബേസിക്കലി ആ ടീച്ചർ. അപ്പം കേരളത്തിൽ ഒരു 18 മന്ത്രവാദി കുടുംബങ്ങൾ ഉണ്ടെന്നാണല്ലോ വെപ്പ്. കാളക്കാട്, കാട്ടുമാടം, അങ്ങനെ കുറെ മന്ത്രവാദി കുടുംബങ്ങളുണ്ട്. ഈ 18 കുടുംബങ്ങൾ ആരാധിക്കുന്ന ഒരു മൂർത്തിയാണ് ചാത്തൻ. കുട്ടിച്ചാത്തനെ ചിലര് ശിവന്റെ ഒരു ഭൂതഗണമായിട്ട് ആരാധിക്കുന്നവരുണ്ട്. പിന്നെ ഒരു വിഷ്ണുമായ സങ്കല്പമായിട്ട് തൃശ്ശൂരിനടുത്തുള്ള ഒരു ഫേമസ് അമ്പലം എല്ലാവർക്കും അറിയാം, ഈ കൂടോത്രത്തിനൊക്കെ ആൾക്കാർ പോകുന്ന, അത് അവിടെ ഒരു വിഷ്ണുമായ സങ്കല്പമാണ്. മറ്റു ചിലർ ഇത് ശിവന്റെ ഒരു പുത്രനായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് നമ്മുടെ ഒരുപാട് നാട്ടുദൈവങ്ങള് ശിവന്റെ മക്കള് അല്ലെങ്കിൽ ശിവന്റെ അവതാരങ്ങളായി മാറാറുണ്ട്. അതേ വേട്ടയ്ക്കൊരു മകൻ, അങ്ങനെ കുറെ. അപ്പം മുരുകനും അതേപോലെ തുടങ്ങിയതാണ്. മുരുകൻ ഒരു പിന്നെ സുബ്രഹ്മണ്യൻ എന്നൊരു ഒരു വേദിക് അല്ലെങ്കിൽ പുരാണിക് സങ്കല്പത്തിലേക്ക് നമ്മൾ മേർജ് ചെയ്യിക്കുന്നതാണ്. ഈ കുട്ടിച്ചാത്തന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ അതൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം താന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഒരു വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ സ്വർണ്ണ കൈയുള്ള ഒരു ബാലൻ ആനപ്പുറത്തിരിക്കുന്നതായിട്ടാണ്. ഇതാണ് നമുക്കറിയാവുന്ന ഡിസ്ക്രിപ്ഷൻ. നമുക്കിപ്പോ പോപ്പുലർ കൾച്ചറിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ കുറച്ചൊക്കെ മാറും. നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തനാണ്. അതാണ് കുട്ടിച്ചാത്തനെ പോപ്പുലർ ഇതിലോട്ടൊന്ന് കൊണ്ടുതള്ളി വിടുന്നത്. കുട്ടിച്ചാത്തനില് മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ ചാത്തൻ വന്ന ശേഷം ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടി, ഇതിന്റെ കുട്ടിയുടെ രൂപമാണെന്ന് മനസ്സിലായി. പിന്നെ ബാലരമയാണ് നമുക്കൊരു പൊതുവെ ഒരു ഇംപ് അല്ലെങ്കിൽ ഡെവിൾ എന്നുള്ളൊരു ഒരു ചിത്രം നമുക്ക് നൽകുന്നത്. ഈ കഥ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കൊമ്പും വാലും ഒക്കെ. പോയിന്റ് ഇയേഴ്സ്, 2 ഹോൺസ്, പിച്ച് ഫോർക്ക്, ലോങ് ടെയിൽ, ചോപ്പ് കളറ്. അത് റെഡ് ഡെവിളിൽ നിന്ന് കോപ്പി അടിച്ചു. അതെ, ഇത് ഹോട്ട് സ്റ്റഫ് ദ ലിറ്റിൽ ഡെവിൾ, അങ്ങനെ എന്തോ ഒരു കോമിക് സ്ട്രിപ്പ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് കേരളത്തിലുള്ള ബാലസാഹിത്യം പരിപാടി എല്ലാം ചെയ്യുന്ന കാര്യമാണ് കോപ്പിയടി. ബാലരമ ടുക്ക് ഇറ്റ് അപ്പ് എ നോച്ച്. അപ്പൊ അവര് ആദ്യം ഇത് ടീസർ ഇറക്കിയത് മായാവി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹോട്ട് സ്റ്റഫിലെ ഇമേജസ് ആണ് ഇട്ടത്.
ഹോട്ട് സ്റ്റഫിൽ ഇമേജസ് എന്ന് വെച്ചാൽ ഒരു ചുവന്ന ഡെവിള്, കൊമ്പുണ്ട്, കയ്യിലൊരു പിച്ച് ഫോർക്ക് ഉണ്ട്, ഒരു തൃശൂലം, കുന്തമല്ല. അപ്പൊ ഇത് ഒരു ഹോമകുണ്ടത്തിൽ ചാടി വരുന്നു, എന്നിട്ട് തീ തുപ്പുന്നതായിട്ടാണ്. ആക്ച്വൽ ഹോട്ട് സ്റ്റഫ് അതാണ് ചെയ്തത്. അപ്പൊ ഇത് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അത് വരുന്നതിന് മുന്നേ ഈ എഡിറ്റോറിയൽ ടീം എല്ലാം ഒത്തു കൂടിയിട്ട് പറഞ്ഞു, ദിസ് ഇമേജ് ഇസ് ടു മച്ച് ഫോർ ചിൽഡ്രൻ, ഇങ്ങനെ എത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളത് വേണ്ട. അതുകൊണ്ട് മായാവിക്ക് വേറെ രൂപം നൽകി. കുറച്ച് തലയെ മുടിയുള്ള, മട്ടത്തലയില്ല, തലയെ മുടിയുള്ള, കൊമ്പുണ്ട്, ഒരു ഹെഡ് ബാൻഡ് ഒക്കെ വെച്ച് കയ്യിലൊരു വടിയൊക്കെ കൊടുത്ത് ലുക്സ് ലൈക്ക് എ ചൈൽഡ് ഉള്ളി, ജട്ടിയിട്ടൊരു കൊച്ച്, ഒരു കൊമ്പുണ്ടെന്നേ ഉള്ളു. അപ്പൊ അങ്ങനെ ഒരു രൂപമാക്കിയിട്ട് അപ്പൊ മായാവി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ റെക്കോൺ ചെയ്ത് മായാവി വേറെ രൂപത്തിലാക്കി. എന്നിട്ട് മായാവിക്ക് വെച്ചിരുന്ന ഈ ആദിമ രൂപം അത് ലുട്ടാപ്പി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കൊടുത്തു. അങ്ങനെ ശരിക്കും പറഞ്ഞ ഈ ഒരു ചാത്തന്റെ ലുക്ക് അത് സെറ്റാക്കി കൊടുക്കുന്ന ബാലരമയാണ്. പിന്നെ പൂമ്പാറ്റയൊക്കെ തുടങ്ങി കോമിക്സ് ഒക്കെ. അപ്പൊ ഇത് കാരണമാണ് നമ്മൾ ഈ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന രൂപമെന്ന്, ഈ കൊമ്പും വാലും ഉള്ള ഒരു ജീവി, ചിലപ്പം വടിയും കുന്തും ഒക്കെ കാണും, അങ്ങനൊക്കെ ഒരു ചിന്താഗതി വരുന്നത്. പിന്നെ ചാത്തന്റെ എല്ലാ കേരളത്തിലുള്ള എല്ലാ ദൈവങ്ങളുടെയും മൂർത്തികളുടെയൊക്കെ ഒരു പൊതു സ്വഭാവമാണ്. ഒരുപാട് തിയറീസ് ഉണ്ട് ഇതിന്റെ ഒറിജിനെ കുറിച്ച്. അതിലൊന്നെന്ന് വെച്ചാല് ശിവന് കൂളിവാക എന്ന് പറഞ്ഞ ആദിവാസി സ്ത്രീയിൽ ഉണ്ടാകുന്ന ഒരു മകനാണ്. ചിലതിൽ പാർവതിയുടെ തന്നെ മകനാണ്. ഈ മകനെ ദത്തെടുക്കുന്നതാണ് വേറൊരു നമ്പൂതിരി കുടുംബമാണെന്ന് തോന്നുന്നു, ദത്തെടുക്കുന്നതാണ്. പക്ഷെ ആ ഈ കുട്ടി ഭയങ്കര കുസൃതി കാണിക്കും. അപ്പം ആ കുട്ടിയെ സൈയിട്ട് ഇവര് തുണ്ടമാക്കി ഹോമകുണ്ടത്തിൽ അർപ്പിക്കുകയോ അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഈ മുറിച്ചിട്ട അത്രയും 390 ഭാഗത്തൊന്നും ഓരോ പുതിയ ചാത്തന്മാര് ആയി മാറി, അങ്ങനെ ഒരു മൂർത്തിയായെന്നാണ് വിശ്വാസം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ക വരയ്ക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഭയങ്കര നമ്മുടെ ഉസുമാക്കി എഴുതിയത് ജുഞ്ചിയിട്ടോ ജുഞ്ചിയിട്ടോയുടെ ടാമിന്നോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ സിമിലർ ആണ്. ഒരു പെണ്ണിനെ കഷ്ണമാക്കി പലയിടത്തും ഓരോ കഷ്ണവും ഓരോ തിരിച്ചവളായിട്ട് വളരും. രക്തബീജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ലേ, ഒരു അസുരനും ഉണ്ടായിരുന്നല്ലേ, രക്തബീജ് എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ. രക്തബീജൻ ഈ ബ്ലഡ് വീണ് കഴിഞ്ഞാൽ അടുത്തൊരു അസുരൻ വരും. അങ്ങനെ അല്ല, മറ്റേ നമ്മുടെ കൗരവരുടെ കഥ തന്നെ ഇങ്ങനെയുണ്ട്. അതായത് പല കുടങ്ങളിലല്ലേ, കുടങ്ങളിൽ വന്ന അതെ, ഒരു മാംസപിണ്ഡം മുറിച്ച് പല കുടങ്ങളിലാക്കുന്നു. ക്ലോണിംഗ് ആണ്. ക്ലോസിംഗ്. ഈ ക്ലിപ്പം അത് ദ്രോണറുടെ കഥ. ആർട്ടിഫിഷ്യൽ ഗർഭപാത്രം, ഹെഡ് റീപ്ലേസ്മെന്റ് സർജറി. ഇതൊക്കെ സൂക്ഷിച്ചോ, ഇതൊക്കെ മുറിച്ച് വാട്സാപ്പിൽ വരും കേട്ടോ. സോ അഗൈൻ അപ്പം ചാത്തന്മാര് പല ടൈപ്പ് ഉണ്ട്. തീക്കുട്ടി, ചേക്കുട്ടി, പൂക്കുട്ടി, കരിങ്കൊട്ടിയാന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും മൂത്തത്. പുള്ളിയാണ് ഏറ്റവും പവർഫുൾ. കരിങ്കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ക്ലാസ്സിലൊരു 10th വരെ എൻ്റെ ഒരു കൂട്ടുകാരനാണ്, മോഹസിൻ എന്നാണ് പേര്. മോഹസിൻ ഭയങ്കര ഈ കഥകൾ ഇറക്കാൻ, പക്ഷെ പുള്ളിയുടെ കഥ കേൾക്കാൻ നമുക്ക് അറിയാം, തള്ളാണെങ്കിലും കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവം. രസമുള്ള കഥകളാണ് പുള്ളി പറയുന്നത്, എല്ലാം പേടിപ്പിക്കുന്ന കഥകളാണ്. അപ്പോൾ പുള്ളി പണ്ടൊരു കഥ പറഞ്ഞു. ഈ സാധനം എന്താണെന്നറിയില്ല, കരിങ്കുട്ടി എന്താണെന്നറിയില്ല നമുക്ക്. അപ്പോൾ മോഹസിൻ ഒരു ദിവസം വന്നിട്ട് ഞങ്ങളിതൊക്കെ പറഞ്ഞ കഥയാണ്. പുള്ളി ഇങ്ങനെ വെക്കേഷന് മൂത്തുമ്മയുടെ വീട്ടിൽ പോയ സമയത്ത്, ഇതൊന്നും എവിടെയാണെന്ന് അറിയില്ല, ഇതൊരു കാട് ഏരിയയ്ക്ക് അകത്തും കണ്ടാണ്. രാത്രി ഇവനും മൂത്തുമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ മൂത്തുമ്മ ഇങ്ങനെ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവൻ രാത്രി എന്തോ ചോദിക്കാൻ ചെല്ലുന്നു പുള്ളിക്കാരിയോട്, കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ ഇവൻ്റെ ഉയരമുള്ള കറുത്ത ഒരു രൂപം മൂത്തുമ്മയുടെ ഇവൻ്റെ ഇടയിൽ നിൽക്കുന്നു. അവൻ നേരിട്ട് കണ്ടതാണ്, അവൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു ഈ സാധനം നിൽക്കുന്നത്. അവനത് കണ്ട് പേടിച്ച്, അതൊരു കുട്ടിയാണെന്ന് തോന്നി തൊട്ട് നോക്കി. അപ്പോൾ തിരിഞ്ഞു നിന്നപ്പോഴും അതിൻ്റെ മുഖത്തുമൊക്കെ കറുപ്പ്, അതിന് വേറെ ഫീച്ചേഴ്സ് ഒന്നുമില്ല. ആക്ച്വലി സംഭവം
നമുക്കറിയാത്ത ആളാണെന്ന്. പക്ഷെ കുറേ നാൾ ഇതിന്റെ ഇമേജ് അവൻ പറഞ്ഞ ബാക്കിയുള്ള കഥകളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഇമേജ് മനസ്സിൽ നിന്ന് പോവില്ല. ഫീച്ചർലെസ് വളരെ ആയിട്ടൊരു ഒരു കുട്ടി. വളരെ റിച്ച് ഇമാജിനേഷൻ ആണ്. അവനൊക്കെ അതെ. ഹൊറർ കഥ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി ആളുകൾക്ക് പണിയാവും. ഒരു രക്ഷയില്ല. ചില പുള്ളിക്ക് ചില കഥ കഥകളിലൊക്കെ എഴുതുന്നുണ്ടോ? എനിക്കറിയില്ല. ചോദിക്കണം അവനോട്. അവൻ ഗൾഫിലെങ്ങാണ്ടാണ്. അവനവിടെ ഗൾഫിലെ എന്തോ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ഹെഡ് നേഴ്സായിട്ട് എങ്ങാണ്ട് ജോലി ചെയ്യുക. പുള്ളിയോട് നല്ല ചോദിക്കണം ആദ്യം. ഭാവിയുണ്ട് കഥ അതെ. എഴുതാൻ. ഹിസ്റ്ററി ഓഫ് മോപ്ലാസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആരെഴുതിയാന്ന് ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ അതില് കൊടുത്തേക്കുന്ന ഒരു സംഭവം, ഒരുപാട് മുസ്ലിം തറവാടുകളിൽ ചേക്കുട്ടി പാപ്പ എന്ന് പറഞ്ഞിട്ടൊരു മൂർത്തിയെ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം കൊടുത്തിട്ടുണ്ട്. ചേക്കുട്ടി എന്ന് പറയുന്ന ഒരു ചാത്തനാണെന്ന് എന്റെ വിശ്വാസം. ഇപ്പൊ അത് ഗഫൂർ ചേക്കുട്ടി ഓസ്കാർ. ഒരു ആ. വേറൊരു കാര്യം പറയട്ടെ. ആക്ച്വലി നമ്മുടെ ഈ ശാസ്താവ്, ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞ സങ്കല്പം അതൊരു ബുദ്ധിസ്റ്റ് ഇമേജാണ് എന്ന് പറയുന്നവരുണ്ട്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജാണെന്ന് പറയുന്നവരുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്തിൽ മറ്റേ ബുദ്ധിസത്തിന്റെ പ്രിവലൻസ് കുറഞ്ഞപ്പോഴാണ് ഹിന്ദുയിസം കുറച്ചുകൂടി കയറി വന്നത്. അപ്പോൾ അവരുടെ സങ്കല്പങ്ങൾ നമ്മൾ അസിമുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം ആ സമയത്ത്. ഇതിൽ ആരോ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിന് വായിച്ചതാണ്. കാരണം അന്ന് അയ്യപ്പൻ്റെ ആ വിവാദം നടക്കുന്ന സമയത്ത് ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടൊരു ടിറ്റ് ബിറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ ഈ നമ്മുടെ ഈ ശാസ്ത എന്നു പേരുള്ള സാധനം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിസത്തിൽ മീൻസ് ടീച്ചർ എന്നാണ്. നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഈ സംഭവം ടീച്ചർ എന്നാണ്. കുറേ സെക്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ താന്ത്രിക് സെക്റ്റുകൾ തന്ത്ര പ്രാക്ടീസ് ചെയ്തിരുന്ന ടീച്ചർ, പഠിപ്പിച്ചിരുന്ന ടീച്ചർ, അങ്ങനെ ഉയരം കുറഞ്ഞ ഒരു ടീച്ചർ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. ഉയരം കുറഞ്ഞൊരു ബുദ്ധ സന്യാസി കുട്ടിയാണ് കാണുമ്പോൾ തന്നെ. അപ്പോൾ അതാണ് ഈ കുട്ടി ശാസ്താവ് അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നതെന്ന് ഒരു ആരും ഒരാൾ ഇന്റർവ്യൂവിന് പറഞ്ഞതാണ്. ഇത് നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെ പലതും ചേർത്ത് പറയുന്നതായിരിക്കും. പലരുടെ കണക്റ്റിംഗ് ഡോട്ട്സ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതാകാം. ഉണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. അപ്പൊ അതിലൊരു തിയറി എന്ന് വെച്ചാല് ബുദ്ധിസ്റ്റുകൾക്കിടയിൽ ഒരു ഡേറ്റ് ഉണ്ട്, അവലോകിതേശ്വര എന്ന് പറയുന്നത്. അപ്പൊ അത് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ അതേ പോസ്ചറാണ് അയ്യപ്പൻ. പക്ഷെ അതേസമയം അയ്യപ്പൻ എന്നുള്ളത് ഒരു ആദിമ ദ്രാവിഡ ദൈവവും കൂടിയാണ്. പിന്നെ ഇതിന്റെ ഒരു പൗരാണിക് വശമുണ്ട്. രേവന്തൻ എന്ന് പറഞ്ഞ ദൈവമുണ്ട് വടക്കൊക്കെ ഉള്ളത്. അശ്വിനി ദേവന്മാരുടെ ഒരു ബ്രദറാണ്. അശ്വിനി ദേവന്മാർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വിചാരിക്കും ട്വിൻസ് ആണ്. അല്ല, ഫ്രം എ സെറ്റ് ഓഫ് ട്രിപ്ലറ്റ്സ്. അതിൽ ഒരാള് രേവന്തനാണ്. പുള്ളി ഈ രണ്ട് പേരെ നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അപ്പൊ രേവന്തനെയാണ് നമ്മൾ അയ്യപ്പനായിട്ട് ആരാധിക്കുന്ന എന്നൊരു അങ്ങനെ ഒരു പക്ഷമുണ്ട്. ഇപ്പം പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മലയരയ ദൈവമാണെന്നുള്ള വിശ്വാസമുണ്ട്. തിയറി ഫോർവേഡ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. പിന്നെ വേറൊരു പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ് ഇത്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും, കുട്ടിച്ചാത്തൻ അയ്യപ്പൻ ശാസ്താവ്. ബേസിക്കലി ഈ മൂർത്തികളെല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോറോ ചെയ്തിട്ട് നമുക്ക് തമ്മിൽ അങ്ങോട്ട് വേർതിരിച്ച് കാണാൻ പോലും പറ്റാത്ത രീതിയില്ല ആയി അല്ല, അത് എന്ന് വേണമെങ്കിൽ. ദാറ്റ് ഹാപ്പൻസ് എവ്രിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Yeah, ഇപ്പം definitely. ക്രിസ്ത്യാനിറ്റി ടേക്ക് ഓവർ ചെയ്തപ്പോൾ പേഗനിസത്തിലെ ഒരുപാട് കാര്യങ്ങൾ മറ്റേ ഈ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസിൽ പറയുന്നുണ്ട്. വിന്റർ സോൾസ്റ്റിസിന്റെ അവസാന ദിവസമാണ് യേശുക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നത്. ശരിക്കും യേശുക്രിസ്തു ജനിച്ച ജൂണിലോ ജൂലൈയിലോ എപ്പോഴാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാസ്താവ് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവനും പേഗൻ ഡീറ്റീസ് ആയിരുന്നു. അത് ഹിന്ദുയിസം കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവരങ്ങ് കുറേയൊക്കെ അങ്ങ് ദത്തെടുത്തു. തീർച്ചയായിട്ടും. കാരണം അങ്ങനത്തെ അസിമുലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ട്രീ ഇല്ല. ക്രിസ്മസ് ട്രീ ഇന്ന് എത്ര പോപ്പുലർ ആണോ? നമ്മളിപ്പോ എല്ലാ മതക്കാരും ആഘോഷിക്കുന്ന സംബന്ധം ക്രിസ്മസ് ആഘോഷിച്ചില്ലെങ്കിൽ നമ്മൾ ക്രിസ്മസ് ട്രീ വാങ്ങും, അല്ലെങ്കിൽ നക്ഷത്രം തൂക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ആ സെലിബ്രേഷൻ അവർ കളഞ്ഞില്ല, അവരിതിലൂടെ ചേർത്തു. നമുക്ക് ഡിസംബർ 25 ആണ് ജീസസിന്റെ ബർത്ത്ഡേ എന്നെങ്കിലും കൊടുത്തിട്ടില്ല. ജനുവരി 6 എന്തൊരു ഫീസ്റ്റ് ദിവസം ഉണ്ടെന്ന് അറിയാം. ഇത് ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബർത്ത്ഡേ ആണെന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു ഫീസ്റ്റ് ആ ദിവസം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റിയുടെ അവരുടെ സ്പ്രെഡിന് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം ദേ അസിമുലേറ്റഡ് ലോക്കൽ റീജിയൻസിൽ പെഗൻ കൾച്ചർ അവരുടെ ഇതിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മദർ മേരിക്ക് സാരി കൊടുത്ത മദർ മേരി ഉണ്ട് നമുക്ക്.
നമ്മുടെ ആൾക്കാർക്ക് അമ്മ എന്നുള്ളൊരു രൂപം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി കണക്ട് ചെയ്യാൻ എളുപ്പമുള്ളത് എങ്ങനെയാണോ അവരതിലേക്ക് നീങ്ങാൻ റെഡിയാണ്. സൗത്ത് അമേരിക്കയിൽ ഒരു തരം പന്നിയുണ്ട് അവിടെ. അത് അവിടുത്തെ ഭയങ്കര ഡെലിക്കസി. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ടപ്പീറാണോ? വൈൽഡ് ബോറിനൊക്കെ ഒരു ചെറിയൊരു പന്നിക്കുട്ടി. എല്ലായിടത്തും കാണാം അതിനെ. നമ്മുടെ നാട്ടിൽ കോഴി വറുത്ത് വെക്കണമാരെ എല്ലായിടത്തും കാണാം ഇതിങ്ങനെ ഒരു സാധനം ചെറുത്. അവരുടെ കാപ്പിബാരയാണോ? ക്യാപിബാര അല്ല, ക്യാപിബാര വലുതാണല്ലോ. ഇത് ചെറിയൊരു പിഗ്ലെറ്റ് മാറ്റൊരു ഒരു സാധനം. ഇബറ റോഡൻ്റ് ആണോ? ഇതൊരു പന്നിക്കുട്ടിയാന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അവരുടെ ലാസ്റ്റ് സപ്പറിൻ്റെയൊക്കെ പടം നമ്മൾ സൗത്ത് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഈ സാധനം ടേബിളിലുണ്ട്. ആ ഫുഡ് വച്ചേക്കുന്നതിൻ്റെ കൂടെ ഈ ഈ അവിടുത്തെ ലോക്കൽ ഫ്രൂട്ട്സും അവിടുത്തെ ലോക്കൽ ഇതും അത് അവരുടെ ഇമേജറിയിൽ ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വൺ തിങ്. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുയിസം പേഗൻ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരും പന്നി വലിയ പന്നി വ്യത്യാസങ്ങൾ. ഇരിക്കുന്ന പന്നി ഇരിക്കുന്ന വേറൊരു ബാങ്ക്വറ്റും കൂടെ ഉണ്ട്, ആസ്ട്രിക്സ് ആൻഡ് ഒബിലിക്സിന്റെ അവസാനം. അതല്ല, ഇത് ലാസ്റ്റ് സപ്പറ. നാളെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഓംലിക്സ് പറയും. ഈ മാർഗം കളി ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ കേസിൽ വരുന്ന തിരുവാതിര കൾച്ചറിലേക്ക് അസിമുലേറ്റ് ചെയ്തതിന്റെ ഭാഗമാണ്. ഇത് ലേഖ പറഞ്ഞ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. കാരണം ലാസ്റ്റ് സപ്പറിന്റെ സമയത്ത് എല്ലാവരും ജ്യൂസ് ആണല്ലോ, ഒരു പന്നി കഴിക്കാൻ ചാൻസ് വളരെ 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 കുറവാണ്. പക്ഷെ അവർ അഡാപ്റ്റ് ചെയ്തു. പന്നിയല്ല കേട്ടോ, അത് പോർക്കല്ല. അതിന്റെ ഞാൻ കണ്ടുപിടിച്ചു തരാം അതിന്റെ പേരെന്താന്നുള്ളത്. ഓ ഒരു വളരെ കോമൺ ആനിമൽ ആണ് അത് അവിടുത്തെ. ഇല്ല, അങ്ങനെ ഈ പന്നി തന്നെ ആണെങ്കിലും അങ്ങനെ അസിമുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഉണ്ട് 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 ചാൻസ് ഉണ്ട്. അത് എല്ലാ മതവും എങ്ങനെ ഇവോൾവ് ചെയ്ത് അസിമുലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇപ്പം നമ്മൾ ഏകദൈവം എന്ന് പറയുന്ന യാവേ എന്ന് ഹീബ്രു ദൈവം, അതിന് കുറച്ച് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, ഈ തോറയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ യാവേ എന്ന് പറയുന്നത് ഒരു വിഗ്രഹമൊക്കെ ഉള്ള ഒരു ആൾരൂപം ഉള്ള ഒരു ദൈവമാണ്. അദ്ദേഹത്തിന്റെ സ്പൗസ് ഉണ്ട്, അഷേറ എന്ന് പറഞ്ഞിട്ട്. അത് അവർക്കും ഒരു വലിയ പാന്തിയൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ പാന്തിയൻ ഒക്കെ എടുത്ത് തന്നെ ബാലിനെയും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പതുക്കെ അഷേറയും എടുത്ത് കളഞ്ഞിട്ട് പിന്നെ യാവയെ മാത്രം ഏകദൈവമാക്കുന്നതാണ്. എല്ലാ മതത്തിലും കാണും. ഇസ്ലാമിൽ കാണും, ജുഡായിസത്തിൽ, ക്രിസ്ത്യാനിറ്റിയിൽ, ഹിന്ദുസത്തിൽ, എല്ലാത്തിലും കാണും ഇത് ടീച്ചറാണ്. സിംപ്ലിഫൈ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. സിംപ്ലിഫൈ ബേസിക്കലി എവറിത്തിങ് ഇസ് എ സ്റ്റോറി. പറയാൻ രസമുള്ള ഒരു സ്റ്റോറി കിട്ടുവാണെങ്കിൽ പതുക്കെ നമ്മൾ അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് രാമായണം. ഹെററ്റിക് കണ്ടതല്ലേ? ഇത് ഞാൻ കണ്ടിട്ടില്ല. കാരണം അതില് വളരെ നല്ലൊരു അനലോഗി ഉണ്ട്. ഈ മോണോപോളിയിലെ ഗെയിമില്ലേ, ബോർഡ് ഗെയിം. ആ ബോർഡ് ഗെയിം വെച്ചിട്ട് ജൂഡ് ലോ ആണല്ലോ എന്റെ മെയിൻ ക്യാരക്ടർ. പുള്ളി വില്ലൻ ക്യാരക്ടർ പുള്ളിയാണ്. ഹ്യൂ ഗ്രാന്റ് അല്ലേ? ഹ്യൂ ഗ്രാൻഡ്. ജൂഡ് ലോ ഹ്യൂ ഗ്രാൻഡ് മാറിപ്പോ. അപ്പൊ പുള്ളി ഇങ്ങനെ അത് പറയുന്നുണ്ട്, 3 ഡെറിവേഷൻസ് പറയുന്നുണ്ട്. ആ ഗെയിം വെച്ച് പറയുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് എങ്ങനെ വന്നു, ഒറിജിനൽ വേർഷൻ, അങ്ങനെ കുറെ സംഭവങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അത് ഈ മലയര ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കാന്തമല ചരിതം ആ തിയറിയാണ് എക്സ്പ്ലോർ ചെയ്തേക്കുന്നത്. കാന്തമല ചരിതം ട്രിലജി. അതില് ഈ അയ്യപ്പന്റെ ബാക്ക് സ്റ്റോറി മുഴുവനും പുള്ളി ഒരു മലയര യുവാവായിട്ടാണ്. ഇത് ഇതാണ് ഏറ്റവും ഓബ്വിയസ് ആയിട്ടുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മള് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്ന് നിലവിളിക്കത്തില്ലേ? അയ്യോയുടെ ഉത്ഭവം എന്ന് തന്നെ അയ്യനിൽ നിന്നാണ്. നമ്മൾ ദൈവത്തിനെയാണ് സമയത്ത് വിളിക്കുന്നത്, ഫാദറിനെയാണ് വിളിക്കുന്നത്. അയ്യൻ എന്നുള്ള വാക്ക് ഫാദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലും ആരും മനസ്സിലാവുന്നില്ല. അപ്പൊ അത്രയ്ക്ക് ഓൾഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പൊ അത് ഈ എനിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സാറുണ്ടായിരുന്നു, പുള്ളി ഒരു കഥ പറഞ്ഞതാണ്. ശിവനും പാർവതിയും കൂടെ ഇങ്ങനെ നാട് കാണാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു മരക്കൊമ്പിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇയാൾ മരക്കൊമ്പിൽ കിടന്നുറങ്ങുന്നുണ്ട്. ശിവൻ പറയും ഇയാളിപ്പോൾ മരക്കൊമ്പിൽ നിന്ന് മറിഞ്ഞു വീണ് ചാവാൻ പോവാണ്. അപ്പോൾ പാർവതി പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്കത് അറിയാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അയാളെ രക്ഷിച്ചുകൂടാന്ന് പറയും. അപ്പോൾ ശിവൻ പറയും ഒരു കാര്യം ചെയ്യും, വീഴുമ്പോൾ അമ്മേന്ന് വിളിച്ചിട്ട് വീഴുകയാണെങ്കിൽ നീ രക്ഷിക്കുക, അച്ഛാന്ന് വിളിച്ചിട്ട് വീഴുകയാണെങ്കിൽ ഞാൻ രക്ഷിക്കാം. ആള് മറിഞ്ഞു വീണപ്പോൾ അയ്യോ എന്ന് വിളിച്ചിട്ടാണ് വീണത്. അപ്പൊ വീട്ടില് അപ്പ തന്നെ പറയും അയ്യോ എന്ന് പറയരുത്, അയ്യപ്പ എന്ന് പറയൂ. അപ്പൊ ഇപ്പോഴും എനിക്ക് അയ്യോ എന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും. സോറി, മ്യൂട്ടായിരുന്നു.
ഞാൻ വിചാരിക്കുന്നത് കൃഷ്ണകുമാറിന് ചിലപ്പോ ഒടിയനെ കുറിച്ച് പറയാൻ ഒരുപാട് കാണും അല്ലേ? ഇല്ല? കൃഷ്ണകുമാറിന്റെ കയ്യിൽ ഒടിയന്റെ ഒരു കഥയുണ്ട്. ആ കഥ വായിച്ചാണ് ഞാൻ കൃഷ്ണകുമാർ ഫാൻ ആയത്. ആ കഥയുടെ പേര് തന്നെ വേട്ടയ്ക്കൊരു മകൻ എന്നായിരുന്നു. മറ്റേ ദുസ്വപ്നം പൂക്കുന്ന മരത്തില് ഉണ്ടായിരുന്നതാണ്. അപ്പം ഇൻഫി ബ്ലോഗില് ഞാനത് വായിച്ചിട്ട് ഞാനൊരു അതിരി കിളി പാറി കുറെ നേരം ഇരുന്നു. കിളിവാണെന്ന് ഇൻഫി ഇൻഫി ബ്ലോഗിൽ അതിട്ടിരുന്നു എനിക്ക് ഓർമ്മയില്ല. ആക്ച്വലി ഈ ഞാൻ പറഞ്ഞില്ലേ പാലക്കാടൻ കണക്ഷൻ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. ഒരുപാട് ഈ ടെററൈസ് ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു ഒടിയൻ എന്ന് പേരുള്ളൊരു സംഭവം. കാരണം ആക്ച്വലി പാലക്കാട് ഇത് കേൾക്കുന്നതിന് മുമ്പ് ഞാനത് ആദ്യമായിട്ട് കേട്ടത് ഈ യുറീക്ക വിജ്ഞാനോത്സവത്തിന് നമുക്ക് ഒരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രിപ്ഷൻ കിട്ടും. യുറീക്കയുടെ ഒരു കൊല്ലത്തേക്കുള്ള ഇത് കിട്ടും. അതിലൊരു ഇഷ്യൂവിൽ വന്ന ഒരു ചെറിയ കഥയാണ്. കാരണം ഇവരൊക്കെ ഈ എന്തായാലും ശാസ്ത്ര സത്യങ്ങൾ അതിൻ്റെ പുറകിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിൻ്റെ പുറകിൽ ശാസ്ത്ര സത്യങ്ങൾ പറയാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അതിനകത്ത്. കാരണം അതിനകത്ത് അന്ധവിശ്വാസങ്ങൾക്ക് പൂർണ്ണമായിട്ട് എതിരാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പോൾ അതിലൊരു കഥയുണ്ടായിരുന്നു. ഒരു അനുഭവ കഥ പോലെ എഴുതിയിരിക്കുന്നതാണ്. ഒരാൾ രാത്രി കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ലേറ്റായി, കുഞ്ഞായിരുന്നപ്പോൾ. അപ്പോൾ ഇദ്ദേഹം കേട്ടിട്ടുള്ള ഒടിയൻ്റെ കഥകൾ ഒരുപാട് കേട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒടിയൻ എങ്ങനെ വരും എന്നറിയാം. കാരണം ഒരു അംഗഭംഗം വന്ന പശു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് ഇരുട്ടായപ്പോൾ ഒരു പശു പുള്ളിയുടെ പുറകെ വരുന്നുണ്ട്. എന്നിട്ട് ആ പശു വന്ന് തട്ടിയിട്ട് പോയി പുള്ളിയുടെ മേത്ത്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ പശുവിനൊരു ചെവിയില്ല. അപ്പോൾ പുള്ളിക്ക് ആകെ പേടിയായി. പുള്ളി പേടിച്ചോടി. കാരണം ഈ മറ്റേ ഒടിയൻ വന്ന് നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ചോര ഛർദ്ദിച്ച് മരിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി വീട്ടിലെത്തി ആകെ പനിച്ച് കിടക്കുവാണ്. അപ്പോൾ അമ്മാവൻ വന്ന് പറഞ്ഞു, എടാ അത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പശുവാണ്, അതിന് ചെവിയില്ല, നിനക്ക് അറിയില്ല, നീ കാണാറില്ലേ അതിനെ ദിവസവും എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പക്ഷേ ഈ പേടിപ്പിക്കാൻ ഈ സംഭവം ഈ ഡീബങ്കിങ് എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല. അതായത് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും ഇതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. പാലക്കാട് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഭാഗത്ത് കറണ്ട് വരുന്നത്. ആ ഭാഗത്തൊക്കെ വൈദ്യുതി ആ ഏരിയയിൽ വരുന്നത്, അമ്മയുടെ വീട്ടിലൊക്കെ. അപ്പോൾ അത്രയും നാളും റോഡില്ല, ശരിക്കും പറഞ്ഞാൽ ആക്സസിബിൾ അല്ല ഒട്ടും എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി. ഇപ്പോൾ അത് ഒരു ഉഗ്രൻ റോഡാണ്. ഇരുട്ട് വഴികളാവും, കല്ലും മണ്ണും തന്നെയാണ്. മഴക്കാലമായ ഭയങ്കര പാടാണ് അതിൽ പോകാനൊക്കെ. അപ്പോൾ ഈ മറ്റേ ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പ്, അതായത് ഈ ചെർപ്പളശ്ശേരിക്ക് പോകുന്ന വഴി, അത് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള റൂട്ടിൻ്റെ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ കുറച്ച് ദൂരമുണ്ട്. ഏകദേശം ഞാൻ അപ്പോഴാണ് അത്രയും ദൂരം ഉണ്ടെന്ന് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യുന്നപ്പോഴാണ് 2 കിലോമീറ്ററോളം ഉണ്ട്. ആ സമയം അത്രയും നടന്നാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്, അതും ഈ മോശം റോഡിൽ കൂടെ. ഇപ്പോൾ അതൊരു അടിപൊളി റോഡാണ്. മണ്ണാർക്കാടിനെ ജോയിൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഹൈവേ പോലെ തന്നെ അത്രയും വീതി കൂട്ടിയൊരു റോഡാണ് ഇപ്പോൾ ടിപ്പു സുൽത്താൻ റോഡ് എന്ന് പേര് പറയുന്നത്. ഈ ഭാഗത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. വീട്ടിലാകെ 3 വിളക്കാണ് ഉള്ളത്. 3 പേർക്ക് ഓരോ പേരും കൊടുത്തിട്ടുണ്ട്, റാന്തലുകളാണ്. ഒരു കോഴിമുട്ട വിളക്ക്, ഒരു തൊപ്പി വിളക്ക്, ഒരു വലിയ റാന്തൽ. ഈ 3 പേർക്കും 3 പേര് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്താണ് സ്റ്റേഷൻ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാറാകുമ്പോൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് കൂടും. എൻ്റെ അമ്മാവൻ അത്യാവശ്യം നന്നായിട്ട് എന്നെ പേടിപ്പിക്കുന്ന ആളാണ്. പുള്ളി ആ സമയത്ത് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒടിയൻ്റെ കഥയൊക്കെ പറയും. ഒരിക്കൽ അവിടെ പുള്ളി ചെറുപ്പമായിരുന്ന സമയത്ത് അവിടെ ഏതൊരു കാള കയർ പൊട്ടിച്ച് ഓടിയിട്ടുണ്ട് രാത്രി. അപ്പോൾ ആളുകൾക്ക് പേടിയായിരുന്നു. കാരണം ഇതിനെ പിടിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. കാരണം അതിനെ വെട്ടാൻ നിർത്തിയിരിക്കുമായിരുന്നു. ഏതോ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. അതവർക്ക് അറിയില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കാരണം അതിന് ഏതോ ഒരു വാലോ എന്തോ ഇല്ല. അപ്പോൾ ആളുകൾക്ക് പേടി, ഇതിനെ പിടിക്കണോ വേണ്ടിയോ എന്ന്. കാരണം ഒടിയനായാലും പറയാൻ പറ്റില്ല. എന്നിട്ട് ആരോ അവിടെ നിന്ന് ഓടിക്കരച്ച് വന്നു, അതായത് ഇത് ആളെ കല്യാണ വീട്ടിൽ നിന്ന് ഓടിയതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവരൊരു പിടിച്ച് കൊണ്ടുപോകുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും അടുത്ത് മീൻസ് നമ്മൾ ഒടിയൻ്റെ സങ്കല്പങ്ങൾ ആൾക്കാർക്ക് അറിയാവുന്ന ഒരു ഏരിയ എന്നാണ്. പിന്നെ നമ്മൾ എഴുതിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഇതെൻ്റെ മുത്തശ്ശനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ മുത്തശ്ശൻ പറഞ്ഞതാണ് നമ്മുടെ ആ കമ്മ്യൂണിസത്തിൻ്റെ കാര്യം. അതായത് ശബ്ദമുയർത്തുന്ന ആളുകളെ ഒതുക്കാൻ വേണ്ടിയിട്ട് കങ്കാണിമാരെ കൊണ്ട് തട്ടിക്കും, എന്നിട്ട് അത് ഒടിയൻ്റെ തലക്കിടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതുമാകാം. കാരണം പുള്ളി ഒരു ഫ്യൂഡൽ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പുള്ളി എൻ്റെ അവസാനത്തെ കണ്ണി എന്നൊക്കെ പറയാവുന്ന ആളാണ്. കണ്ണികളാണ്, പക്ഷെ പുള്ളി ആ ഫ്യൂഡലിസം ഉണ്ടായിരുന്ന സമയത്ത് ലാസ്റ്റ് അത് ശരിക്കും കണ്ട ആളാണ്. അയൽവക്കത്തെ വീട്ടിൽ ഇപ്പോൾ അവരൊക്കെ മുത്തശ്ശനെ തമ്പ്രാൻ
അമ്മമ്മേനെ എമ്പ്രാളെന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അതായത് എൻ്റെ അമ്മയുടെ ജനറേഷനൊക്കെ ആയതിനു ശേഷം പേര് വിളിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങി. അതായത് ഒരേ ലെവലിൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. അതിന് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലും ആ ഭാഗത്തു നിന്നാണ് നമുക്ക് വരുന്നത്. അതായത് അവരിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള കഥകൾ വരുന്നത്. ഒരിക്കലും ഒരു ഉയർന്ന ജാതിയിലുള്ള ആൾ ഒടിയനെ പറ്റിയൊന്നും ബോധേഡ് അല്ല എന്നുള്ളൊരു അത് പുള്ളി എന്നോട് ചോദിച്ചു, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർ ഒരിക്കലും ഇതിനെപ്പറ്റി സംസാരിക്കില്ല. താഴ്ന്ന ജാതിയിലുള്ള ആളുകളാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം മുകളിലുള്ളവർ ടെററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കഥകളാണ്. അവരുടെ ഇടയിൽ ഇതാണ് അടിച്ചിറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സംഭവം നമുക്ക് വരുന്നത്. അപ്പോൾ ഈ 2 കഥ ഞാൻ എഴുതിയിരുന്നു. ഒന്നിൽ ഈ പറഞ്ഞ ഹ്യൂമൻ ആസ്പെക്റ്റ് ആണുള്ളത്. അത് ഇപ്പോഴും ബ്ലോഗിലുണ്ടെന്ന് തോന്നുന്നു. മറ്റേതാണ് വേട്ടയ്ക്കൊരു മകൻ. പക്ഷെ അത് കുറച്ചുകൂടി സിനിമാറ്റിക് എന്ന രീതിയിൽ എഴുതാൻ ശ്രമിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റായിട്ട് തുടങ്ങിയതാണ്. ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ തുടങ്ങിയതായിരുന്നു. പിന്നെ അത് കഥയായി മാറിയതാണ്. കാരണം തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ബജറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഒരാൾ നമ്മുടെ പ്രൊഡ്യൂസർ ഇറങ്ങിപ്പോയതുകൊണ്ട് അതൊരു കഥയായിട്ട് വന്നതാണ്. അത്രേ ഉള്ളൂ. അതാണ് ഒടിയൻ്റെ പിന്നിലെ കഥ. വേറൊരു കാര്യം കൂടിയുണ്ട്. മംഗളം വാരികയിൽ പണ്ടൊരു ഫീച്ചർ വന്നായിരുന്നു. ആ ഫീച്ചറിൻ്റെ ടൈറ്റിൽ പോലും ഓർമ്മയുണ്ട്. പേരടിയൂരിലെ ഒടിയൻ കഥകൾ എന്നായിരുന്നു. അതിൽ റിയൽ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ്. അത് അന്ന് കുട്ടിയായിരിക്കുമ്പോൾ ഇതൊന്നും വായിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് നിഷിദ്ധമാണ്. 4 5 പഠിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ എടുത്ത് വായിക്കും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്നാലും വായിക്കും. അതിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ, സ്കൂളിൽ പോയ കുട്ടിക്കോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കോ ഒക്കെ ഒടിയൻ തട്ടിയെന്നും അല്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒടിയനെ കണ്ടു എന്നൊക്കെ പറയുന്ന ആളുകളുടെ അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു ദേശത്തിൻ്റെ കഥയിൽ ഒടിയനെ പറ്റിയൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ നായകൻ ശ്രീധരൻ എന്നല്ലേ നായകൻ്റെ പേര്. പുള്ളിയുടെ കൂടെ ഒരു കുറച്ചുകൂടി മുതിർന്ന ഒരു പയ്യനുണ്ട്, ചാത്തുണ്ണിയോ അങ്ങനെ എന്തൊരു പേരുള്ള ആൾ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതാക്കും. പുള്ളിയെ നമുക്ക് അവൻ്റെ എല്ലാ അറിവുകളുടെയും സ്രോതസ് ഇദ്ദേഹമാണ്. അപ്പോൾ അതിനകത്ത് കല്ലടിക്കോടൻ മലയിൽ ഒടിവിദ്യ പഠിക്കാൻ പോകുന്നവരോട് ആദ്യം കൊടുക്കുന്നത് അവർക്ക് മറ്റേ ചാണകപ്പുഴുക്കളെ ഇട്ടുണ്ടാക്കിയ കഞ്ഞിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കണ്ട് അറച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒടിവിദ്യ ഇല്ല, പൊക്കോളം പറയുന്നു. അങ്ങനെയാണ്. അങ്ങനെ ഒരു സംഭവം അതിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല, കുറച്ചായി വായിച്ചിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഒടിയനെ പറ്റിയുള്ള എൻ്റെ അറിവുകൾ. പി കണ്ണൻകുട്ടിയുടെ ഒടിയൻ ഉഗ്ര സാധനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് കാണിക്കാൻ വേണ്ടി എഴുതിയതല്ല. ആ ഒടി പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അവസാനത്തെ കണ്ണിയിലെ ആളുകളുടെ ജീവിതമാണ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പുസ്തകമായിരുന്നു. ഈ യക്ഷിയും ഒടിയനും ഒക്കെ എനിക്ക് അച്ഛൻ്റെ വീട് പാലക്കാട് ഡിസ്ട്രിക്റ്റാണ്, ബോർഡറാണ് ഞങ്ങൾ. കറുകപുത്തൂർ എന്നൊക്കെ പറയും, മറ്റേ പൂമുള്ളിമനയുടെയൊക്കെ ആ ഏരിയയാണ്. അപ്പോൾ എനിക്ക് പക്ഷെ നാട്ടിൽ ചെന്നാലേ യക്ഷിയും ഒടിയനെയൊക്കെ പേടിയുള്ളൂ. എറണാകുളത്ത് വന്നാൽ എനിക്ക് പേടിയില്ല, കാരണം പനിയൊന്നും ഇല്ലല്ലോ. മറ്റേ ആ കണ്ടിട്ടുണ്ടോ എന്നുള്ള സിനിമയിൽ പറഞ്ഞ മാതിരി ഇവർക്കൊന്നും ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലല്ലോ അവിടെ തൽക്കാലത്തേക്ക്. ഇലക്ട്രിക് കമ്പിയിൽ ഷോക്ക് അടിച്ചെത്താന്ന്. അതെ, പക്ഷെ ആക്ച്വലി പാലക്കാടിന് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു അറ്റ്മോസ്ഫിയർ അതിലുണ്ട്. കാരണം രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ നിറയെ പാടങ്ങളുണ്ട്. പാടങ്ങളുടെ രണ്ടറ്റത്തും മരങ്ങളാണ് നിറയെ. മനുഷ്യനും ഒന്നാമത് ഇരുട്ട്, കറണ്ടില്ല, പന വേറെ. പിന്നെ കാറ്റടിച്ച് കഴിയുമ്പോൾ ഈ കവുങ്ങളൊക്കെ ഇങ്ങനെ 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 ആടും. അപ്പൊ അതും കൂടെ അതിന്റെ സൗണ്ട് മൊത്തത്തിലൊരു നല്ല അത്യാവശ്യം ചെറുതായിട്ട് കുറച്ച് ധൈര്യം കുറവുള്ള ഒരാളെ പേടിപ്പിക്കാനുള്ള വകുപ്പൊക്കെ അറ്റ്മോസ്ഫിയറിൽ തന്നെയുണ്ട്. അതിന്റെ കൂടെയാണ് നമ്മൾ ഇരുട്ടത്ത് നോക്കുമ്പോൾ ആ പട്ടിക്ക് കാലുണ്ടോ, വാഴയല്ലേ, വായോർന്ന് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞ നല്ല സീനാണ്. അപ്പൊ പിന്നെ ഒടിയൻ കഥയൊക്കെ ഈസിലി വിറ്റ് പോകും അവിടെയൊക്കെ. പനയുടെ സില്യൂട്ട് എന്നൊക്കെ പറയുന്നത് ഒരു റിയലി ക്രീപ്പി സാധനമാണ്. അത് പറഞ്ഞപ്പോഴാണ് റീസെൻ്റ്ലി ഞാൻ ഇവിടെ സവാന എന്ന് പറഞ്ഞൊരു ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. സവാന അമേരിക്കയിലെ ഏറ്റവും ഹോണ്ടഡ് സിറ്റീസിൽ ഒന്നാണ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പഴയ ഒരുപാട് പഴയ മാൻഷൻസും തീപിടുത്തം നടന്ന ആളുകൾ മരിച്ചതും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സവാനയ്ക്ക് ഈ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്ന ഈ മരങ്ങളിലെല്ലാം ഒരു തരം മോസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. സ്പാനിഷ് മോസ് എന്നാണ് പറയണത്. സ്പാനിഷും അല്ല മോസും അല്ല സാധനം. പക്ഷേ ഇങ്ങനെ ഈ മറ്റേ ഭൂതത്തിൻ്റെയൊക്കെ ഞാന്ന് കിടക്കുന്ന കൈയും കാലും ഒക്കെ പോലെ ഇങ്ങനെ എല്ലാ മരങ്ങളിലും
ഇതിങ്ങനെ കിടക്കും. ഇപ്പം ഈ പരിചയമില്ലാത്ത ഒരാൾക്ക് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സില്യൂട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ മരത്തിൽ നിന്ന് തൂങ്ങി കിടക്കുന്നൊക്കെ തോന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ആ ജോഗ്രഫിയുടെയും അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫോണയും കൂടി ബേസ് അതെ ചെയ്തിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ശരിയാണ്. ഈ യക്ഷിക്കഥകളും മാടനും ഒക്കെ കൂടുതൽ പോപ്പുലർ തെക്കൻ തിരുവിതാംകൂറാണ്. അവിടെയും ഇതേപോലെ പനയും മറ്റേ തമിഴ്നാടിനോട് ചേർന്ന് കുറച്ച് ആരിഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പനയുള്ളിടത്താണ് ഇതൊക്കെ ഒന്ന് വരുന്നത്. കള്ളിയങ്കാട് എന്ന് പറയുന്നത് തന്നെ കള്ളിച്ചെടി ഉള്ളത് കൊണ്ടാണ് കള്ളിയങ്കാട് അതെ. വരുന്നത്. ആക്ച്വൽ ലൊക്കേഷൻ ഇവിടെ നാഗർകോയിലിന്റെ അടുത്തല്ലേ? ഉം. തമിഴ്നാട് ബോർഡറാണ് ശരിക്കും. ഈ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പാലക്കാടിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളെപ്പോഴും ഈ ഒടിയൻ്റെ മറ്റേ മന്ത്രവാദി ഒടിവിദ്യ പഠിക്കുന്ന മന്ത്രവാദികളാണ്. അവരുടെയൊക്കെ ഉത്ഭവം ശരിക്കും കല്ലടിക്കോടം മലയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ആ ഏരിയ കോങ്ങാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു സീനിക് വ്യൂ എന്ന് പറയുമ്പോൾ ഒരു മുമ്പിലൊരു പാടം, ആ പാടത്തിൻ്റെ അറ്റത്ത് കല്ലടിക്കോടം മലയാണ്. കല്ലടിക്കോടം മല ഇങ്ങനെ ഇതായിട്ട് കിടക്കും. പിന്നെ ഇതൊന്നും ആൾക്കാർ ഓർത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ നാട്ടുകാർക്ക് എല്ലാവർക്കും ഈ പുരാതന കാലം മുതൽ ഈ മറ്റേ ഈ ലെജൻസ് ഇങ്ങനെ കൈമാറി വരുന്നവർക്ക് അറിയാം. നമ്മൾ ഇതിൻ്റെ വിസിനിറ്റിയിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം. ജോഗ്രഫി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ ഈ പനയെ യക്ഷിയൊക്കെ പറഞ്ഞപ്പോഴാണ് യക്ഷിയെ നമ്മൾ കഴിഞ്ഞ തവണ കവർ ചെയ്തതാണ്. എങ്കിലും ഈയിടെ ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണ് ഇത് ഫോക്ലോർ ഡിക്ഷണറി. ഡോക്ടർ MV വിഷ്ണുനമ്പൂതിരി എഴുതിയതാണ്. അപ്പം പുള്ളി ഇങ്ങനെ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കൊളൈറ്റ് ചെയ്തൊരു ഡിക്ഷണറി ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് മന്ത്രവാദ പദങ്ങളും മറ്റ് ആർട്ട് ഫോംസിനെ കുറിച്ചും ഒക്കെ പുള്ളിക്കാരായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് ഇങ്ങനെ യക്ഷിയും ഭൂതങ്ങളുടെ കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇങ്ങനെ പല ടൈപ്പ് യക്ഷികളെ വായിച്ചപ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തതാണ്. ഞാൻ വായിക്കാം. ഒരു കുട്ടി ജനിച്ച ഉടനെ ബാധിക്കുന്ന യക്ഷികളെ ഒരു കോർപ്പറിയൽ എൻറ്റിറ്റി ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. പുള്ളി ഒരു ബാധ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ രോഗങ്ങൾ കൊണ്ടുവരുന്ന യക്ഷിയുടെ പേരാണ് രുദ്രഗർഭിണി. 3-ാം മാസം ആക്രമിക്കുന്നതിനെ രുദ്രപാണി എന്ന് പറയും. 4-ാം മാസം അഫക്റ്റ് ചെയ്യുന്ന യക്ഷിയെ ഇന്ദ്രയക്ഷി എന്ന് വിളിക്കുന്നു. 8-ാം മാസം അഫക്റ്റ് ചെയ്യുന്നതിന് പിശാചരി യക്ഷി എന്ന് പറയുന്നു. 9-ാം മാസം അഫക്റ്റ് ചെയ്യുന്നതിന് ഈശാന യക്ഷി എന്ന് പറയുന്നു. അപ്പം എല്ലാ പിള്ളേരെ അഫക്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ യക്ഷികൾ. പിന്നെ പിള്ള തിന്നി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് യക്ഷി തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അത് പേര് കേട്ടാൽ തന്നെ അറിയാം എന്താ സാധനമാണ്. പിള്ളേരെ തിന്നുക. പക്ഷെ ഇത് വായിച്ചപ്പോ എനിക്ക് ഒരു കാര്യം ചാൻസ് ഉണ്ട്. ആയിരിക്കാം. പക്ഷെ കുറെ വായിച്ചു കഴിഞ്ഞപ്പോ എനിക്കിത് ഒരു വിഷമകരമായിട്ടുള്ള കാര്യം മനസ്സിലായത്, ഇൻഫന്റ് മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു പണ്ട് നമ്മുടെ നാട്ടില്. തീർച്ചയായും അതാണ് തീർച്ചയായും അതാണ് ഓരോ മാസത്തിൽ മരിക്കുന്ന ശിശുക്കൾക്കും ഓരോ യക്ഷികളുടെ പേരിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം കോമൺ ആയിരുന്നു എന്നുള്ള ആ ഒരു ഇത് ഒരു സത്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്നാലേക്കുമ്പോ കുറച്ച് സാഡാണ്. ഈ ഒരുപാട് ദുർദേവതകളൊക്കെ ഇതേപോലെ ആൾക്കാരുടെ പേടിയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും അല്ലെങ്കിൽ സ്വയം സമാധാനിക്കാൻ പറയുന്നത് ദീസ് ആർ നോട്ട് ഇൻ അവർ കൺട്രോൾ, ഇതൊക്കെ ഓരോ വേറെ എൻറ്റിറ്റീസിന്റെ ബാധയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ളൊരു വേ ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് അറിയാട്ടന്റെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന സാധനം ഒരു ഇറ്റ്സ് അനദർ ഡിക്ഷണറി ഓഫ് തിങ്സ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് വിത്ത് ഈനാമ്പേച്ചി, കുട്ടിച്ചാത്തൻ, തെണ്ടൻ, ആനമറുത, അറുകൊല, നീത്തറുകൊല. എല്ലാ കഥാപാത്രങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു. ഞാനതിൽ പലതും തെണ്ടനെന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. തെണ്ടൻ തൃപ്പൂണിത്തുറ ഉള്ളതാ. പൂർണ്ണത്രേഷന് ആലിന്റെ അവിടെ ഒരു പ്രതിഷ്ഠയാണ്. അതെ, പക്ഷെ അത് അല്ല ആക്ച്വലി അത് എനിക്ക് അറിയില്ലായിരുന്നു. അല്ല അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. പുള്ളി പറഞ്ഞപ്പോഴാണ് അത് ക്ലിയർ ആയത്. നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഒരു സൈസ് വരും. ആനിമേഷനും സൂപ്പറാണ്. അങ്ങോട്ട് വോയിസ് അതിന് ഭയങ്കര രസാണ്.
അനിമേറ്റഡ് അല്ലാത്തൊരു വേർഷൻ കൂടിയുണ്ട്. പുള്ളി സംസാരിക്കുന്ന ഒരു പുള്ളി സംഭവം കൂടിയുണ്ട്. സംസാരിക്കുന്നുണ്ട്. വീഡിയോ ഉണ്ട്. ഇത് ഫുള്ളി ഫേസ് വാല്യൂയിൽ എടുക്കരുത്, പുള്ളിയുടെ ഇന്റർപ്രിറ്റേഷൻ മാത്രമാണ്. അത് ശരിയാ. അത് ആദ്യമേ പറയുന്നുണ്ട് പല കഥകളും മിക്സ് ചെയ്തിട്ട്. പക്ഷെ അതിൽ പറയുന്ന പലതാണ് ഈ അറുകൊല, നീറ്ററുകൊല, പിന്നെ അതൊക്കെ ഇതുപോലെ ദുർമരണം വന്ന ആത്മാക്കൾ തന്നെയാണ് എന്ന് പറയുന്നില്ല. അറുകൊല കൊല്ലപ്പെട്ട ആള്, കൊല്ലപ്പെട്ട നീറ്ററുകൊല ആൾക്കാർ വെള്ളത്തിൽ മുങ്ങി മരിച്ച മറ്റേ ഈ ചില സമയത്ത് രാത്രി പോകുമ്പോ അറുകലയുടെ അലർച്ച കേൾക്കാമെന്ന് പറയും. അപ്പൊ ഇത് അറിയാവുന്നവര് പറയും അറുകല ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് ഫോക്ലോർ ഡിക്ഷണറി അനുസരിച്ചാണെങ്കിൽ ഇത് രോഗങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ആപത്തുകൾ ഉണ്ടാക്കും. അങ്ങനെയാണ് ഒരു ജീവിയാണ്. ഒരുപാട് ദുർദേവതകളുണ്ട്. ഇങ്ങനെ മനുഷ്യരുടെ നിഴലൊക്കെ ആ, പിടിച്ചിട്ട് അവർക്ക് രോഗം ഉണ്ടാക്കുന്നത്. പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചാത്താവ്, പിന്നെ ആറ്റുപിലച്ചി, ഇത് കൂടുതലും മലയരയന്മാര്, പിന്നെ കുറച്ച് അങ്ങനത്തെ ആദിവാസി ജാതികളൊക്കെ വിശ്വസിക്കുന്ന ഒരു ദേവതയാണ്. അപ്പൊ ഇത് ഈ മനുഷ്യരുടെ നിഴലില് പോയി ആക്രമിച്ചിട്ട് അവർക്ക് രോഗങ്ങളുണ്ടാക്കും. പിന്നെ വേറൊരു സംഭവമുണ്ട്, ആപ്പാണ്ടി മൂത്തൻ എന്ന് പറഞ്ഞിട്ട്. ആപ്പാണ്ടി മൂത്തിന് കുറെ ശിങ്കടികളുണ്ട്, മുതിയാവുകൾ എന്ന് പറഞ്ഞിട്ട്. മുതിയാവുകള് ഓരോ ആൾക്കാരുടെ നിഴല് പോയി ആക്രമിക്കും. നിഴല് ആക്രമിച്ചിട്ട് അവർ ഈ നിഴലും കൊണ്ടുപോകും. ആ നിഴല് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് രോഗങ്ങൾ ഉണ്ടാവും, അസ്വസ്ഥത ഉണ്ടാവും ഇതിന്റെ നിഴലിന്റെ ഉടമസ്ഥർ. പക്ഷെ നിഴല് ആപ്പാണ്ടി മൂത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ഇതായിരിക്കും നിഴല് നോക്കി കളിക്കരുതെന്ന് ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഇഷ്ടംമാരെ കുറെ പരിപാടികളുണ്ട്. ഈ അയ്യോ എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള വേറൊന്നാണ് കാലാട്ടരുത്, നിഴല് നോക്കി കളിക്കരുത്, കുറെ ഇത് പാലക്കാടിന്റെ ഒരു ട്രഡീഷൻ ആണെന്ന് തോന്നുന്നു. കാലാട്ടരുത്, നിഴൽ നോക്കരുത് എന്നൊക്കെ. രാത്രി ചോദിക്കരുത്, അതെ, പാമ്പ് വരുന്നു. ഇത് നിങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് ഇതൊരു കൊളേറ്റ് ചെയ്തൊരു ബുക്ക് ആക്കുന്നത്. അല്ലെങ്കിൽ അടുത്ത തലമുറയോടെ പോയും ഇത് പോവും. കളിക്കരുത്. അത് ഈ കറണ്ട് പോകുമല്ലോ. അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുമ്പം ഈ ചുമരിന്റെ മുകളില് ഇത് മാൻ, അപ്പൊ അതാണൊരു ആകെയുള്ള എന്റർടൈൻമെന്റ്. അതെ, അന്നത്തെ ആകെ ഇതായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു കയ്യില്. പട്ടി, അങ്ങനത്തെ ഓരോന്നൊക്കെ. അതൊക്കെ തന്നെ അവൻ നല്ല ചീത്ത വെക്കും അവിടെ ഇരുന്നിട്ട്. നിഴല് നോക്കി കളിക്കുകയാണ് അവള്. അതുമാതിരി രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ നിഴല് നോക്കി കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. കുട്ടികളല്ലേ ഇങ്ങനെ കൈയൊക്കെ പോക്കി മേ ബി മിണ്ടാണ്ട് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഡിസ്ട്രാക്ഷൻ ആവാണ്ട് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇത് പറഞ്ഞിരുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടിയിരുന്ന കാര്യങ്ങളാണ്. ഇതുവരെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഒരു ഇത് കേട്ടിട്ടുണ്ട്, വരത്തുപോക്ക് എന്ന് പറഞ്ഞു, കേട്ടിട്ടുണ്ടോ? മറ്റേ എന്താണ്, ഭഗവതി ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്, രാത്രി പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രോഗമോ ദാരിദ്ര്യമോ ഒക്കെ വരുന്നു പറയുന്നത്. അത് എന്റെ അമ്മമ്മയുടെ ഒരു സ്റ്റോറി ഉണ്ട്. ഇത് എന്താണ്, അമ്മയ്ക്ക് അവിടെ വീട്ടിലെല്ലാവർക്കും ചിക്കൻ പോക്സ് വന്നു. എല്ലാവർക്കും ഒരു റൗണ്ട് വന്നു. അമ്മമ്മയ്ക്ക് പക്ഷെ രണ്ടാമതും വന്നു. അമ്മമ്മ അന്ന് ഭയങ്കര എക്സ്ട്രീംലി ടയേർഡായിട്ട്, സാധാരണ അതത്രേ വരുള്ളൂ. ഇപ്പം ആ സൈക്കിളിൽ തന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലെല്ലാവർക്കും വന്ന സമയത്ത് അമ്മമ്മയ്ക്കും രണ്ടാമതും വന്നിട്ട് അമ്മമ്മ താഴെയാണ് കിടക്കുന്നത്. അമ്മമ്മയുടെ സിസ്റ്റർ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അമ്മമ്മ ഇങ്ങനെ രാത്രി തീരെ വയ്യ അമ്മമ്മയ്ക്ക്. അമ്മമ്മ യങ് ആണ് കേട്ടോ. എന്റെ അമ്മയൊക്കെ കുട്ടിയായിരുന്ന കാലത്താണ്. സോ ഷീ മസ്റ്റ് ബീൻ ഇൻ 30s or 40s. അപ്പൊ അമ്മമ്മ അങ്ങനെ പറയും, കാച്ചി എണ്ണയുടെ വാസന വരുന്നുണ്ട്, മുല്ലപ്പൂവിന്റെ വാസന വരുന്നുണ്ട് ഇതൊക്കെ. അപ്പൊ അമ്മമ്മയ്ക്ക് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അമ്മമ്മയുടെ സിസ്റ്റർ പറയും, ഈ ചിക്കൻ ബോക്സ് വന്ന് മൂക്കടി ചേർക്കുന്ന സമയത്താണോ ഈ വാഴം വരുന്നത്? അപ്പൊ അമ്മമ്മക്ക് ഭയങ്കര, അതെന്റെ അമ്മമ്മയ്ക്ക് ഒരു പെട്ടെന്നൊരു കുളിര് തോന്നി. ഈ ചെലമ്പിന്റെ ശബ്ദം കേട്ടു. നെക്സ്റ്റ് ഡേ അമ്മമ്മയുടെ ഈ ചിക്കൻ ബോക്സ് കുറഞ്ഞു എന്നാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് ഷീ സ്റ്റാർട്ടഡ് ഹീലിംഗ്. അപ്പൊ അമ്മമ്മയുടെ വിശ്വാസം അത് ഭഗവതിയുടെ വരുത്തുപോക്കിന്റെ ഭാഗമായിട്ട് അമ്മമ്മക്ക് റിലീഫ് കിട്ടിയതെന്നാണ് അമ്മമ്മയുടെ വിശ്വാസം. ചിക്കൻ ബോക്സിന്റെ ഭാഗമായിട്ട് അമ്മമ്മയ്ക്ക് തോന്നിയ ഹാലുസിനേഷൻ ആയിരിക്കാം. പക്ഷെ ഇന്നും അമ്മമ്മയ്ക്ക് അത്, അമ്മ പറയുന്നത് എനിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, അത് ഭഗവതിയാണ്, പരദേവത വന്നിട്ട് ഹീൽ ചെയ്തതാണ്. അത് ഭഗവതി വിത്തെറിയുമ്പോഴാണ് ഇത് വരുന്നല്ലേ പറയണത്. അങ്ങനെയാണ് പറയുന്നത്.
വരുത്തുന്നു. ഈ നമ്മൾ ഒരുപാട് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അതാണ്. അതെ. കേരളത്തിൽ ഒരുപാട് ദേവതകള് സ്കിൻ ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളിപ്പം നാഗദൈവങ്ങളുടെ നാഗകോപം കിട്ടിക്കഴിഞ്ഞാൽ അതിനും സ്കിൻ ഡിസീസസ് ആണ്. പിന്നെ വസൂരി, ഇതുപോലത്തെ ചിക്കൻ പോക്സ് എല്ലാം കൂടുതലും ദൈവം അല്ലെങ്കിൽ ദുർദേവതയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി നിങ്ങൾ മറന്നുപോയത്, അഡൽട്ട് ചാത്തൻ. ഓ യെസ്, ഗെറ്റ് ബാക്ക് ടു ചാത്തൻ. Innocent. ഞാൻ പറയപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞാത്തോളിലെ മറന്നമാരെ ഇദ്ദേഹത്തിന് ആ. മറക്കാൻ പറ്റുന്നുണ്ട്. ഭ്രമയുഗത്തിലെ ചാത്തൻ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. ശരിയാ. ബ്രഹ്മയുദ്ധ പിന്നെ രണ്ടുപേരും ഉണ്ടല്ലോ, യക്ഷിയും ഉണ്ട് ചാത്തനും ഉണ്ടല്ലോ. ഈ കൊടുമൺ പോറ്റി ശരിക്കും കുഞ്ചമൺ പോറ്റിയുടെ ഒരു അങ്ങനെ കുഞ്ചമൺ പോറ്റി ഉണ്ട് മറ്റേ ഐതിഹ്യമാലയില്. പുള്ളി ഉണ്ട്, അത് I think it's the same person. അല്ല, അവര് പേര് മാറ്റിയതാണ് പേര് കോൺട്രവേഴ്സി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട്. ഒരുപാട് ഇങ്ങനെ മന്ത്രവാദി കുടുംബങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, കാളക്കാട്, കാട്ടുമാടം, അടിയേരി, പുല്ലഞ്ചേരി, അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പണ്ട് പുള്ളിക്കാരത്തി പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് വരാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാ? കാട്ടുമാടത്തിന്റെ കാട്ടുമാടം, yes. advertisement വരാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഷീസ് ഫ്രം എ മുസ്ലിം ഫാമിലി. അവര് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്പൂതിരീസ് കൺവേർട്ട് ആയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അട്ടത്തുള്ള പെട്ടിക്കകത്തൊക്കെ ഈ ചാത്തനെ വിളിക്കാനുള്ള മന്ത്രവിദ്യകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ മറ്റേ നിയതി എന്നുള്ള കഥ എഴുതിയത്. യെസ്, അതിനെപ്പറ്റി പറയൂ. ഇപ്പൊ അങ്ങനൊന്നുമില്ല, പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല. അത് ബ്ലോഗിൽ വെറുതെ കിടപ്പുണ്ടെന്നേ ഉള്ളൂ. ലിങ്ക് ഷെയർ ചെയ്യാം. ലിങ്ക് ഷെയർ ഒരു ചെയ്യും. രണ്ട് പെയിൻ പോയിന്റ്സ് ചേർത്തതാണ്. ഒന്ന് ഈ മറ്റേ ചാത്തൻ്റെ ഇത്, പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് മദറിന് എൻ്റെ അമ്മ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഡിമെൻഷ്യ പോലെ ഉണ്ടായിരുന്നു. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയതാണ് നിയതി. അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു അമ്മയെ. അതിലല്ലേ ആ ഗ്രാൻഡ് മദർ നല്ല ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത്. അതെ 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 ഫ്ലിപ്പ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര കഥയായിരുന്നു ആക്ച്വലി. അതൊരു സംഭവമാണ്. അതൊക്കെ ഒന്ന് മാറ്റി എഴുതി ഏതെങ്കിലും പബ്ലിഷറിനെ സമീപിക്കണം, ഒരു ഇതാക്കാൻ, കമ്പൈലേഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. ഞാൻ വേറെ ഞാൻ ഒരു കുട്ടിച്ചാത്തന്റെ കഥ, ഈ കുമരൻ എന്ന് പറഞ്ഞ എസ് കെ ഹരിനാഥിന്റെ ബുക്കിൽ ഒരു കുട്ടിച്ചാത്തന്റെ കഥയുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റോറി ആണോ സെക്കൻഡ് സ്റ്റോറി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ റിയൽ സ്റ്റോറി ആണെന്നാണ് പുള്ളി പറഞ്ഞത്. നാഞ്ചി നാട്ടിലെ സംഭവം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് ഇതിനകത്ത്, ചെറുകഥയുണ്ട്. ഇത് പുള്ളിയുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെയുള്ള ഒരു പടമാണ്, അതുകൊണ്ട് സ്പോയിലർ അല്ല കേട്ടോ. ഞാനൊരു സ്പോയിലർ റാണിയായി മാറുന്നതെന്ന് പറയട്ടെ. ഈ കഥ ഭയങ്കര രസമുള്ളൊരു കഥയാണ്. അതായത് ഇയാളുടെ മുത്തച്ഛൻ പറഞ്ഞൊരു കഥയാണ് പുള്ളി അത് എഴുതിയേക്കണേന്നാണ്. അപ്പം മുത്തച്ഛനും ഫ്രണ്ടും കൂടെ കുട്ടിച്ചാത്തനെ കാണാൻ പോകുന്നൊരു കഥയാണ്. ഇതുമാതിരി ഒരു മന്ത്രവാദി കുടുംബത്തിൽ പോയിട്ട് കുട്ടിച്ചാത്തനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവുന്ന സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ വരച്ചൊരു പടമാണിത് കുട്ടിച്ചാത്തൻ്റെ. എനിക്ക് ഈ ഹോൾ ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയായിരുന്നു അത് കുട്ടിച്ചാത്തൻ. ഇപ്പോൾ വായിച്ചു നോക്കാം. ബിക്കോസ് ഇറ്റ്സ് മോർ ദൻ ദ കുട്ടിച്ചാത്തനെ മീറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൽ ഏറ്റവും ഇതായിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് ആണ്, ആ വീട്ടിൽ പോയിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ ആണ് അതിൽ മെയിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാത്തൻ ബ്രഹ്മയുഗത്തിലെ ചാത്തനാണ്. വളരെ ക്യാരക്ടർ ഡിസൈൻ അടിപൊളിയാണ് അതിന്റെ. അതായത് ആ ഒരു ഡ്രീം സീക്വൻസിൽ കാണുന്ന ചാത്തനല്ലേ, നമുക്കിപ്പോ എന്താ സാരെന്ന് മനസ്സിലാവില്ല. കാരണം പുള്ളി ആ കിരീടമൊക്കെ വെച്ച് കുനിഞ്ഞു നിൽക്കുവാണ് ചെയ്യുന്നത്. പിന്നെ പതുക്കെ അതിങ്ങനെ എടുത്തു പൊക്കി ഒരു തരം ഈ നമ്മുടെ ഒരു വിറപ്പിച്ചിട്ടൊരു ഒരു പെട്ടെന്നൊരു വരവുണ്ട്, ഒരു ഫ്ലാഷ് ഉണ്ട് അടുത്തേക്ക് വരുന്നത്. ജുറാസിക് പാർക്കിലെ സാധനം വരുന്നത്. യെസ്, സിനിമയിലും ചാത്തനല്ലേ? കുമാരി സഹിക്കാൻ പറ്റാത്തോണ്ട് അല്ല, ആക്ച്വലി
ഷൈൻ ടോം ചാക്കോനെ ബോറിംഗ്. സഹിക്കാൻ പറ്റത്തില്ല അല്ലേ? അല്ല കഥ നല്ലതായിരുന്നു കേട്ടോ. അത് ആണോ? പറയുമ്പം അത് ഏയ് എനിക്ക് എനിക്കത് എനിക്ക് കുറച്ച് ബോറിംഗ് ഇഷ്ടപ്പെട്ടായിരുന്നു. ആയിട്ട് തോന്നി. ബോറിംഗ്, പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. ആ ഹൊറർ സിനിമ പോലെ പ്രിമൈസ് നല്ലതായിരുന്നു. ആ വേൾഡ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നന്നായി. ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഇവൻച്വലി ഹൗഷി നമ്മുടെ റെബേക്കയൊക്കെ പോരാ, നമ്മളൊരു എക്സ്പ്ലോറേഷനാണ് ഈ കുട്ടിയുടെ കണ്ണിലൂടെയാണ് നമ്മൾ ആ കഥ മനസ്സിലാക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രശ്നമായി തോന്നിയത് ഷൈൻ ടോം ചാക്കോന്റെ ഡയലോഗ് ഡെലിവറി. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഐ തിങ്ക് അതായിരുന്നു അത് ഫിക്സ് രണ്ടുപേരും ചെയ്തില്ലെങ്കിൽ. ആക്ച്വലി സുരഭി ലക്ഷ്മി ഇന്റൻഷനലി, അതായത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ് ഡയലോഗ് ഡെലിവറി. ഷൈൻ ടോം ചാക്കോ മലയാളിയാണ് എന്നിട്ടാണ് ഇങ്ങനെ. അത് എനിക്ക് ഭയങ്കര കാരണം പുള്ളിക്ക് അത്യാവശ്യം നല്ല റോളുള്ളൊരു സിനിമയാണ്. പുള്ളി ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ് അതിൽ. അപ്പൊ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ. പുള്ളി കാസ്റ്റ് കറക്റ്റ് ആയിരുന്നു, പുള്ളി നന്നായിട്ട് അഭിനയിച്ചു. ഡയലോഗിൽ റിജക്ഷൻ. എനിക്ക് അതിനകത്ത് മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ഐശ്വര്യലക്ഷ്മി ആണല്ലോ. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ചോയ്സസും ഇല്ലാത്ത പോലെ പ്ലോട്ടിലേക്ക് ആരെങ്കിലും പുള്ളിക്കാരെ തള്ളി വിടുന്ന പോലെ എനിക്ക്. ലൈക്ക് ഷീ ഈസ് നോട്ട് ടേക്കിംഗ് ദാറ്റ് മച്ച് ഓഫ് എൻ ഇനിഷ്യേറ്റീവ് എക്സെപ്റ്റ് ദാറ്റ് ദ മോസ്റ്റ് ഓബ്വിയസ്, ലൈക്ക് പ്രൊട്ടക്ട് യുവർ ചൈൽഡ്. അങ്ങനെ വേറെ സാക്രിഫൈസ് ചെയ്യാനൊന്നും അവർ വലുതായിട്ടൊന്നും സാക്രിഫൈസ് ചെയ്തില്ല. അത്ര എന്റർപ്രൈസിങ് അല്ല പുള്ളിക്കാരത്തിക്കൊന്നും. ഒരു സാധാരണ ഹ്യൂമൻ ബീങ് അല്ലേ, ഇങ്ങനെ പ്രശ്നം കണ്ടാൽ നമ്മൾ അല്ല അതുകൊണ്ടല്ലേ സാധാരണ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷെ നമ്മൾ ഒരു സ്റ്റോറി ആകുമ്പം മെയിൻ ക്യാരക്ടേഴ്സ് ഡിസിഷൻ ഷുഡ് പുഷ് ദ പ്ലോട്ട് ഫോർവേഡ്. ഇത് സൈഡ് ലൈൻസിലുള്ള ക്യാരക്ടേഴ്സ് സുരഭിയൊക്കെയാണ് ഇത് പ്ലോട്ട് തള്ളിക്കൊണ്ട് വന്നത്. നീ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോ അത് വ്യക്തമായിട്ട് ഓർമ്മയില്ല, അതുകൊണ്ട് കുറ്റം പറയുന്നത് ശരിയല്ല. പക്ഷെ ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് ഇൻ ദാറ്റ് മൊമെന്റ്. വെരി ഗുഡ് അറ്റംപ്റ്റ്. കാരണം നല്ല ക്രീച്ചർ ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഡയറക്ടറുടെ ആദ്യത്തെ സിനിമ രണം ആയിരുന്നു. നിർമ്മൽ സഹദേവ് ആണെന്ന് തോന്നുന്നു. നിർമ്മൽ സഹദേവ് അല്ല, എനിക്ക് തോന്നുന്നു പുള്ളിയാന്ന്. ഈ മറ്റേ രാഹുൽ സദാശിവനെ പോലെ അത്യാവശ്യം ഒരു മാറ്റിപ്പിടിക്കുന്ന ടൈപ്പ് ആളായിട്ടാണ് തോന്നിയത്. രണവും അത്യാവശ്യം തിരക്കിടില്ലാത്തൊരു പടമായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത സാധനം. അതിപ്പോ പറയാൻ പറ്റില്ല, എന്നാലും പറയണം. അങ്ങനെ ഒരു ഈ മറ്റേ കുമാരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ബുൾബുൾ കണ്ടതാണോ ആരെങ്കിലും? ദിമ്രിയുടെ അത് ആക്ച്വലി നമ്മൾ ഏത് കാറ്റഗറി പെടുത്തണമായിരുന്നു? പെടുത്തണമായിരുന്നു. അങ്ങനെ എവിടെയായാലും കുഴപ്പമില്ല. പുള്ളിക്കാരത്തി എനിക്കത് ഭയങ്കര ഹോണ്ടിങ് ആയിരുന്നു ആ സിനിമ കണ്ടപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് അത്യാവശ്യം കൊടുക്കേണ്ടവർക്കൊക്കെ നല്ലോണം കൊടുത്തിരുന്നു. എനിക്കത് ഭയങ്കര ഇവരുടെയും ഈ സിസ്റ്റർ ഇൻ ലോയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട് ഇവരുടെ. ബിക്കോസ് ഓൾ ത്രൂ ദ സ്റ്റോറി ബുൾബുൾ കുഞ്ഞായിട്ടൊക്കെ ഇരിക്കുമ്പോൾ സിസ്റ്റർ ഇൻ ലോ നല്ലോണം താനേ മാറണ എന്നുള്ള ആക്ടിവിറ്റി നല്ലോണം ചെയ്യുന്നുണ്ട് ഇവളുടെ അടുത്ത്. കുട്ടി അതുകൊണ്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. കുറച്ച് വലുതാവുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റർ ഇൻ ലോന് വിധവയായി കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് സീക്വൻസസ് ഉണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് ബുൾബുൾ വൺസ് ഷീ ഫൈൻഡ്സ് ഹർ വോയിസ് പുള്ളിക്കാരത്തി ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സ്പോയിലർ അലേർട്ട് കൊടുക്കണോ? എല്ലായിടത്തും ഷോർട്സിൽ വരുന്നത് അതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏകദേശം സിമിലർ സിറ്റുവേഷൻ ആണ്. പക്ഷേ കുമാരിയേക്കാളും നല്ല ക്യാരക്ടറൈസേഷൻ ആണ് തൃപ്തി ദിമ്രിക്ക് അതിൽ കൊടുത്തിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് ഈ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഉണ്ടെന്ന് മാത്രമല്ല, ക്യാരക്ടറിന് ഗ്രോത്ത് ഉണ്ട്. അത് നമ്മുടെ അനുഷ്ക ശർമ്മ പുള്ളിക്കാരത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ്. ഷെട്ടിയല്ല, ശർമ്മ. വിരാട് കോഹ്ലി. അങ്ങനെ വരുമ്പോൾ മലയാളത്തിൽ നമ്മുടെ ഭൂതകാലം വളരെ ഐ തിങ്ക് ഇറ്റ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എന്നെ ഇത്രയും പേടിപ്പിച്ച വേറെ ഫിലിം ഇല്ല. മൂവി ഇറക്കുന്നുണ്ട് പ്രണവിന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും പൈറേറ്റ് എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഫോളോ ചെയ്യാറുണ്ടോ?
ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു എക്സ്പ്ലനേഷൻ ചാനലാണ് അവരുടെ. കാരണം പുള്ളിക്ക് വളരെ ഇൻ ഡെപ്ത് ഒരു സിനിമയുടെ ട്രെയിലർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോൾ അതിനെപ്പറ്റി നന്നായിട്ട് ഭയങ്കര അനാലിസിസ് ആണ്. ഇപ്പോൾ ലോകയെ പറ്റിയിട്ട് കുറേ സാധനങ്ങൾ വന്നിരുന്നു. ഇയാളെ ഞാൻ ഫാനാവാൻ കാരണം എംപുരാന്റെ ട്രെയിലർ കണ്ട് പുള്ളി ഏകദേശം അതിന്റെ പ്ലോട്ട് പ്രിഡിക്റ്റ് ചെയ്തു. ഏകദേശം പുള്ളിക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ വെച്ച് അതിനകത്ത് കാണിക്കുന്ന സിമ്പിൾസ് വെച്ച് ഇത് ഏത് കാർട്ടലാണ്, ഏത് നെക്സസ് ആണ്, അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ പുള്ളി നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വാ വിളിച്ചിരുന്നു പോയി. ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാൻ അത് ഈവൻ സ്ക്രീൻ ബൈ സ്ക്രീൻ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ചില ടെക്സ്റ്റൊക്കെ വെച്ചിട്ട് ഈ DS ഇരയുടെ പോസ്റ്ററിനും ഇദ്ദേഹം ഒരു നല്ലൊരു അതൊരു ഫസ്റ്റ് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് കുറേ സെമി നേക്കഡ് ബോഡീസ്, അതിൻ്റെ ഇടയിൽ താടി വെച്ച ഒരാൾ, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം പ്രണബ് മോഹൻലാലാണെന്ന്. അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചതിൽ നമ്മൾ പോസ്റ്ററിൽ സൂം ചെയ്താൽ നോട്ടീസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്. നിലവിളക്കും കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കുറേ ചെറിയ ചെറിയ എലമെൻറ്റ്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം എന്തിനെക്കുറിച്ചായിരിക്കാം എന്നുള്ളൊരു ക്ലൂ പുള്ളിയുടെ ഒരു അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. അത് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നല്ലൊരു ചാനലാണ് പൈറേറ്റ് എക്സ്പ്ലെയിൻസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ. അതുപോലെ മലനാട്ടിലെ ഒരു നമ്മുടെ എന്താണ് തുളുനാട്, മലനാട് ആ റീജിയനിലുള്ള ഒരു മിത്ത് ബേസ്ഡ് ഒരു സാധനമുണ്ട്, ഗുഡ്ഡേട ഭൂത എന്ന് പറഞ്ഞിട്ട്, മലമുകളിലുള്ള ഭൂതം എന്നുള്ളത്. അത് വെച്ചിട്ട് ഒരു സിനിമയുണ്ട്, എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന്, രംഗിത് രംഗ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ഫസ്റ്റ് ടൈം മൂവി. എൻ്റെ ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്തത്, അനൂപ് ഭണ്ഡാരി. ഫസ്റ്റ് ടൈം മൂവിയാണ്, പക്ഷെ എന്നാൽ പോലും അത് വളരെ അറ്റ്മോസ്ഫിയറിക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആകെ അതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലീഡ് ആക്ടറിൻ്റെ ഒക്കെ ആദ്യത്തെ സിനിമയായിരുന്നു. ആ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് പലയിടത്തും വരുന്നുണ്ട്. പക്ഷേ ഒരു വളരെ എൻഗേജിങ് ഫിലിമായിരുന്നു. എനിക്ക് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്ത സിനിമയാണ്. ഇതല്ലേ എന്താണ് അനാമധേ അശോക് കുമാർ അഭിഷ്കു മനഷ്കു പുള്ളിയുടെ ബ്രദർ തന്നെയാണ് നായകനല്ലേ, ആളുടെ ദിലീപ് ഭണ്ഡാരി. നിങ്ങൾ കണ്ടൊരു ഷോർട്ട് ഫിലിം എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുള്ളി ഇപ്പൊ യൂട്യൂബിൽ നിന്ന് എടുത്ത് കളഞ്ഞു. ഒരു ഡ്രഗ് അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരെണ്ണം പുള്ളി പിന്നെ അത് എന്താണെന്നറിയില്ല. എനിക്ക് തോന്നുന്നു അവര് ദേ ഡോണ്ട് കീപ്പ് ഇറ്റ്. ഞാൻ ഇപ്പം നമ്മുടെ അൽഫോൺസ് പുത്രന്റെ ഒരു എലി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ഉഗ്ര സാധനമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് തപ്പിക്കഴിഞ്ഞ് യൂട്യൂബിൽ കാണാൻ അത് നേരത്തിന്റെ ഒരു പ്രീകഴ്സർ ആയിരുന്നു. അത് നമ്മുടെ ജിനു ജോസഫ് ഒക്കെ ആയിരുന്നു അതിനകത്ത്. മിക്കവാറും കാസ്റ്റ് ഒക്കെ സെയിം ആണ്. നേരത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കൊണ്ട് ചെയ്ത ഒരു സാധനമാണത്. ബോബി സിംഹ, നിവിൻ പോളി ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബുക്ക് ഞാൻ ഇന്നലെ വായിച്ചു നിർത്തുള്ളൂ, ഗ്രന്ഥയക്ഷി എന്നുണ്ട്, അഖിൽ പരമേശ്വർ എന്ന് പറഞ്ഞു. അഖിലേഷ് പരമേശ്വർ. എങ്ങനെയുണ്ട് സാധനം? കുഴപ്പമില്ല. കുറേ പുള്ളി എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും, കുറെ മന്ത്രവാദത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ചിലൊരു 2-3 മാന്ത്രികന്മാരുണ്ട്. ദി കം ഫ്രം ഈ പറഞ്ഞ പോലെ മന്ത്രവാദ ഫാമിലികളിൽ നിന്നും വരുന്നവർ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന മന്ത്രങ്ങളും അതിൻ്റെ അതായത് നമ്മൾ ഈ സിനിമ കാണുമ്പം ഭയങ്കരമായിട്ട് ജനറലി ഉണ്ടാവുന്നത് ഒരു മാന്ത്രികൻ ഒരു ഹോണ്ടഡ് സ്ഥലത്തേക്ക് വരുമ്പോൾ യക്ഷി അപ്പം തന്നെ കാറ്റടിക്കും, തീകോളം വിടും, അങ്ങനത്തെ സ്ഥിരം കുറച്ച് പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇയാളിങ്ങനെ ഓരോ മന്ത്രം ജപിച്ച് ഇതിനെയൊക്കെ നിർത്തുമല്ലോ. അപ്പം അതിനിങ്ങനെ വായു നിർത്താനായിട്ടുള്ള മന്ത്രം, അതുമാരെ ഇങ്ങനെ അഗ്നി വരുമ്പോൾ അതൊക്കെ പുള്ളി സ്പെസിഫൈ ചെയ്ത് അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ട്. അപ്പം കഥ പുള്ളിയുടെ തന്നെ 7ാം പൗർണമി എന്ന് പറഞ്ഞൊരു പുസ്തകം കൂടിയുണ്ട്. അത് രണ്ടും ഞാൻ വായിക്കാൻ വച്ചിരിക്കുന്ന സാധനമാണ്. പുള്ളി ഇപ്പൊ പുതിയൊരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, 18ാം പട്ട എന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ ആമുഖം എഴുതിയേക്കുന്നത് മറ്റേ അങ്ങേരാണ്, സുനിൽ പരമേശ്വരനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അനന്തഭദ്രം നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ. പ്ലസ് അപ്പൊ നല്ലൊരു സംഭവമായിരുന്നു. ഞാൻ എഞ്ചിനീയറിങ്ങിന് അറിയില്ല, അനൂപ് ഈയിടയ്ക്കാണ് വായിച്ചത്. അനൂപിന് വേറെ അഭിപ്രായം ഉണ്ടോ? എനിക്കത് ചെറുതായിട്ട് അതിന്റെ ക്വാളിറ്റി കുറച്ച് ഫോൾട്ടർ ചെയ്തതായിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് മുഴുവിപ്പിച്ചില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ അതും വായിച്ച് തീർക്കണം. എനിക്ക് കൃഷ്ണപരന്തം ഒന്ന് വായിച്ചു തീർക്കണം. ഈ സാധനം അനന്തഭദ്രം ഞാൻ +2 കഴിഞ്ഞിട്ട് നമ്മുടെ ആ സമയത്താണ് ഈ രജനി എസ് ആനന്ദ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് പ്രവേശനം അങ്ങോട്ട് വൈകി. അപ്പോൾ ആ സമയത്ത് ലൈബ്രറി
അന്ന് മനോരമ വരുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. വേറെ ഒന്നും വായിക്കില്ല. അനന്തഭദ്രം എപ്പിസോഡിക്കലായിട്ട് വായിക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അതിനെപ്പറ്റിയായിരുന്നു കൂടുതൽ ഡിസ്കഷനൊക്കെ വീട്ടിലൊക്കെ. അപ്പോൾ അതിൽ ഒരു പകുതി ആയപ്പോൾ ഇത് സിനിമയാക്കാൻ പോകുന്നു. ഇതിനകത്ത് ഈ പറഞ്ഞ ആളുകൾ ആരായിരിക്കും? ഈ മറ്റേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം വായനക്കാർക്ക് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന് ആപ്റ്റായിട്ടുള്ള നടനും നടിയൊക്കെ സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വന്നായിരുന്നു. പക്ഷെ അന്ന് ഈ അതിനകത്ത് പറയുന്ന പല സാധനങ്ങളും സിനിമയിലില്ലായിരുന്നു. അതായത് കുട്ടി അതായത് 6 വിരലുള്ള താമരപ്പൂവിൻ്റെ ഉച്ഛ്വാസമുള്ള ഒരു ഗന്ധർവൻ, താമരപ്പൂവിൻ്റെ മണം, ഉച്ഛ്വാസത്തിൽ താമരപ്പൂവിൻ്റെ മണമുള്ളൊരു ഗന്ധർവൻ വരുന്നു. അങ്ങനെയൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നീല നിറമുള്ള അങ്ങനെ ഒരു സംഭവമൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു അമ്മിണിക്കുട്ടി എന്ന് പേരുള്ളൊരു യക്ഷിയുണ്ട് അതിനകത്ത്. അതിനെ കാണിക്കുന്നില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ രാമൻ ജോൽസ് ഒരു ഭയങ്കര കിടിലൻ ക്യാരക്ടറാണ് അതിനകത്ത്. ഇത് നമുക്ക് തിലകനൊക്കെ ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ മറ്റേ ഇയാൾ അതിനേക്കാളും വലിയതാണ് മകൻ. അച്ഛനേക്കാളും കേമനായൊരു മകനാണ്. പക്ഷേ ഇതിൽ വരുന്നപ്പോൾ സിനിമയിൽ വന്നപ്പോൾ മകനൊരു റോളും ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഒരു അതെ രീതിയിലാണ് കളഞ്ഞത്. ദേ വന്നു ദാ പോയി ദേ വന്നു ദാ പോയി, അത്രേ ഉള്ളൂ. അപ്പോൾ അഡാപ്റ്റേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് കാണുവാണെങ്കിൽ കുഴപ്പമില്ല. നോവൽ കുറെ കൂടി ഇൻഡെപ്ത് ഉണ്ടായിരുന്നു. നോവൽ കുറച്ചുകൂടി NSFW ആയിരുന്നു. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. നോവൽ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ റോക്കറൻസ് എന്ന് പറയുന്നത് ഗന്ധർവൻ വന്ന പുള്ളിയുടെ ദേഹത്ത് കയറുന്നതാണെന്ന് തോന്നുന്നു. അതെ അതെ. ഗന്ധർവനാണ് പിന്നെ അതെ, അപ്പൊ ദിഗംബരനല്ല, ഗന്ധർവനാണ് അതിനകത്ത്. ദിഗംബരനല്ല. ഉം. അങ്ങനെ എനിവേ അനന്തഭദ്രം വാസ് എ വിഷ്വൽ മാസ്റ്റർ പീസ്, പ്രത്യേകിച്ച് ആ പാട്ട് സംശയമില്ല. സ- സന്തോഷിവനല്ലായിരുന്നു. സന്തോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പടങ്ങള് എന്തഭിപ്രായമായാലും വിഷ്വലൈസേഷൻ ഇടുവാണ്. ജാക്ക് ആൻഡ് ജില്ല് കണ്ടിട്ടുണ്ടോ? ഞാൻ വിചാരിച്ചത് ഇപ്പൊ വരുന്നത്. ഞാൻ പാട്ട് കണ്ടില്ല. മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പാട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. നന്നായി. അത് കൂടുതൽ കാണാഞ്ഞ് മുഴുവൻ കണ്ട ആളാണ് ഞാൻ. ആ, ഈ അപ്പൊ സെൻട്രൽ ഗന്ധർവന്റെ ട്രാവൽ കാര്യം പറഞ്ഞു വരുമ്പോ ഡെഫിനറ്റ്ലി പത്മരാജന്റെ ഗന്ധർവനെ പറയാതിരിക്കാൻ പറ്റില്ല. ക്ലാസ് അപ്പാർട്ട്. ക്ലാസിക് ബ്യൂട്ടിഫുൾ സ്റ്റോറി. എനിക്ക് ആ സിനിമ കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അത്. അത് കഴിഞ്ഞപ്പോൾ ഈ സിനിമ ഇറങ്ങണതിന് മുമ്പ് അങ്ങ് ഒരു മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത് ജസ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഇറങ്ങിയ ഉടനെ ഉടനെ എന്തുവാണ് മരിച്ചത്? ഇറങ്ങിയ ഉടനെ ഉടനെയാണ് മരിച്ചു. മരിക്കുന്നത്. അപ്പൊ അപ്പോൾ അന്നത്തെ അത് ഫുൾ കോൺസ്പിരസി തിയറി ഗന്ധർവനെ കുറിച്ച് സിനിമ എടുത്തതുകൊണ്ടാണ് ഇങ്ങേർക്ക് മരണം സംഭവിച്ചതെന്നുള്ളൊരു ഗന്ധർവനെ കുറിച്ച് പറയാൻ പാടില്ല, എഴുതാം, അങ്ങനെ എന്തൊക്കെയോ കുറെ വിശ്വാസങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഒരു പക്ഷേ എനിക്ക് ആ സിനിമ കാണുന്നുണ്ട്. എന്താണ് തരത്തിലുള്ള ആരാണി ഗന്ധർവൻ എന്നൊക്കെ കണ്ടില്ല. അറിയാൻ. ഞങ്ങള് കണ്ടിട്ടുണ്ടോ? പിള്ളേരെ കൊണ്ടുപോകാതെയാണ് അച്ഛനും അമ്മയും കൂടെ പോയത്. പിള്ളേർക്ക് കാണാനുള്ള ആ. സിനിമ അല്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ടിവിയിൽ ആദ്യമായിട്ട് വന്നപ്പോഴാണ് തിയേറ്ററിൽ ഞാൻ കണ്ടത്. തിയേറ്ററിൽ പോയി കണ്ട സിനിമാ കൊട്ടകയിൽ പോയി കണ്ട പടം അതായിരുന്നു. 4ാം അല്ല, ക്ലാസ്സിൽ സുപർണ എന്തൊരു സുന്ദരിയാണ്. കറക്റ്റ് കാസ്റ്റും. നിതീഷ് ഭരദ്വാജ് കറക്റ്റ് as a കാസ്റ്റിംഗ്. ഗന്ധർവൻ. നിതീഷ് ഭരദ്വാജ് ആ സമയത്ത് കൃഷ്ണനായിരുന്നു. സോ അതെ അതെ അതെ. പുള്ളിയെ കാസ്റ്റ് ചെയ്തപ്പോ തന്നെ പട ഹിറ്റായി. അപ്പൊ പടം തന്നെ പട ഹിറ്റായി. വേറെ ലെവലായി. ഹീസ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. അതില് ഗോഡ്ലി ഫിലോമിനയുടെ ആയിട്ട്. ക്യാരക്ടറും ആ പുള്ളിക്കാരത്തിക്ക് സോമനോടൊരു പുച്ഛമുണ്ട് കുറച്ച്. അതൊക്കെ പുള്ളിക്കാരത്തി മരുമകനോട് നല്ലൊരു ചെറിയ ചെറുതല്ലാത്ത പോരിനുള്ളത് കയ്യിലുണ്ട് ആളുടെ അടുത്ത്. അതില് അത് വിഷ്വൽ എഫക്ട്സിനെ പറ്റി പറഞ്ഞില്ലല്ലോ. മറ്റേ ആകാശത്ത് നിന്ന് മറ്റേ ഇത് വരുന്നില്ലേ, ഇത് മേഘം വന്ന് പുകച്ചുരുള്. പുക വരുന്നു, പുകച്ചുരുള് വരുന്നത് പുള്ളി ചെയ്തത് എങ്ങനെയാന്ന്, ഒരു അക്വേറിയത്തില് വെള്ളത്തിലാണ് അത്, വെള്ളത്തില് ചായം ഒരു തുള്ളി അങ്ങ് ഇട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് നമുക്കത് കാണിക്കുന്നത്. അത് ഇപ്പൊ ശ്രദ്ധിച്ചത് ഓബിയസ് ആണ്. അന്നത് ഇതെങ്ങനെ ചെയ്തു എന്നായിരുന്നു ചിന്ത ഒരു കാലത്ത്. ശരിയല്ല, നല്ലൊരു സിനിമയായിരുന്നു അത്. ഞാൻ ഗന്ധർവൻ നമ്മുടെ ഫോക്ലോർ എനിക്കൊന്ന് കഥകളിൽ വെച്ചുണ്ടാക്കിയ വൺ ഓഫ് ദി ഫസ്റ്റ്. ഗന്ധർവന്മാരെ പറ്റി വേറെ സിനിമകളൊന്നും ഇല്ല, അറ്റ്ലീസ്റ്റ് ഇതുകൊണ്ട് പോസിറ്റീവ് ലൈറ്റ് കാണിക്കുന്ന. അല്ല, അത് വെരി പ്രശ്നം ബ്യൂട്ടിഫുൾ എന്തെന്ന് സ്റ്റോറി. പറഞ്ഞു കഴിഞ്ഞാല് ഇനി അതുപോലെ എന്തെങ്കിലും ഒരെണ്ണം എടുക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഫാൾ ഫ്ലാറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയാം, ഒരു സിനിമയുണ്ട് ശാരദയാണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ. ശാരദയ്ക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു. പ്രേം നസീർ ഒറ്റയാണത്.
ആൻഡ് ഷീ തിങ്സ് അത് ഗന്ധർവനാണെന്ന്. എന്നിട്ട് പുള്ളിക്കാരി ഗന്ധർവ കല്യാണം കഴിച്ചു. ഗന്ധർവ ആണോ? ക്ഷേത്രമാണോ? കല്യാണം കഴിക്കുന്ന മധുവോ അങ്ങനെ ആരോ ആണ്. കല്യാണം കഴിച്ച് പോവും. അത് കഴിഞ്ഞിട്ട് ഉഗ്രം സ്റ്റിൽ പാട്ടുണ്ട്. നല്ല കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പുള്ളിക്കാരത്തിന്റെ വിചാരം ഈ ഗന്ധർവൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ത്രീക്ക് ഈ ലൈഫിൽ ഈ സ്ത്രീ ഹാപ്പി അല്ല. അങ്ങനെ എന്തോ ഒരു കഥ. ഇവൻച്വലി ഡിബങ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്. ബട്ട് പുള്ളിക്കാരത്തിയുടെ മനസ്സിൽ അയാൾ ഗന്ധർവനായിരുന്നു. ഉം. ഞാൻ ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. അതിങ്ങനെ തുടക്കം ഉം. മുതലുണ്ട്. പുള്ളിയാണ് പാടുന്നത്. എന്തോ ഗന്ധർവൻ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പാട്ട് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇതില് മ- വേറെ വല്ലതും ഉണ്ടോ? ഞാൻ മറുതയെ കുറിച്ചൊന്ന് പറയാം. കാരണം എല്ലാരും യൂഷ്വലി ചോദിക്കുന്ന ഒരു കാര്യമാണ് മറുത, ആനമറുത എന്താണ്, മറുത എന്താണ്. പിന്നെ ഇതിനെക്കുറിച്ച് ആർക്കും വലിയ ധാരണകളൊന്നുമില്ല. ഇതിനെക്കുറിച്ച് സിനിമ അങ്ങനെ ഒന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. അപ്പൊ പടയണിയിലുള്ള കുറെ വേഷങ്ങളുണ്ട്. മറുത, തള്ളമറുത, പിള്ളമറുത, പണ്ടാരമറുത, പച്ചമറുത, പാണ്ടിമറുത, അങ്ങനെ കുറെ മറുതകളുണ്ട്. അതേപോലെ തന്നെയുള്ളതാണ് മാടൻ വേഷമൊക്കെ. ഈ മറുത എന്ന് പറയുന്നത് ഒരു സ്മോൾ പോക്സ് ഗോഡസ്. ചില തിയറി അനുസരിച്ച് ദാരികന്റെ ഭാര്യയാണ്. അപ്പം ദാരികനെ കാളിയാണ് കൊല്ലുന്നത്. അപ്പം അതിന് പകരം കാളിക്ക് വസൂരി വരട്ടെ എന്ന് കണ്ട് ശപിക്കുന്നതാണ്. അല്ലെങ്കിൽ ശിവന്റെ വരം മേടിച്ചിട്ട് ആ, അത് കാളിയുടെ ദേഹത്ത് കുറച്ച് വെള്ളമാക്കി തളിക്കുന്നതാണ്. അപ്പം പിന്നെ വസൂരി വരും. എന്നിട്ട് കാളിയുടെ വസൂരി മാറ്റുന്നത് തണ്ടാകരനാണ്. അത് വേറെ സ്റ്റോറി, അതിലോട്ട് പോകുന്നില്ല. അപ്പം ദാരികന്റെ ഭാര്യയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിയറി, കൂടുതലും നമ്മുടെ ഫോക്ക് ലോറിൽ അറിയപ്പെടുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, തള്ളമറുത, പിള്ളമറുത എന്നൊക്കെ ഉള്ള ഈ മറുതയൊക്കെ ഓരോ മലകളിൽ അധിവസിക്കുന്ന ദേവതകളാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എറ്റിമോളജി, ഈ മറുത എന്ന് പറയുന്നത് മറു തായ് എന്ന വാക്കിൽ നിന്നത്. ബേസിക്കലി ദ അതർ മദർ. നമുക്ക് മദർ ഗോഡസ് സങ്കല്പത്തിൽ മദർ ഗോഡസ് എന്ന് പറയുമ്പോൾ ഷീസ് പ്രൊട്ടക്റ്റീവ്. ഓക്കെ, ചിലപ്പം കുറച്ച് ഒരു ഡിഫെൻസീവ് ആകാറുണ്ട്, ലൈക്ക് വെൻ ഷീ ഗെറ്റ്സ് ആംഗ്രി, ബട്ട് ഷീസ് എ പ്രൊട്ടക്റ്റീവ് മദർ. നമുക്ക് ആ തായ് സങ്കല്പത്തിൽ ഇടാൻ പറ്റാത്ത കുറെ ഫീച്ചേഴ്സ് ഉള്ള ഒരു ദേവത എന്നുള്ള അർത്ഥത്തിൽ ഫെയറി ഗോഡ് മദർ. ഫെയറി ഗോഡ് മദർ. അല്ലെങ്കിൽ കോറലൈനിലെ അതർ മദർ ആയിരിക്കും. അതെ അതെ. ആ, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. താതർ മദർ, മറുതായ്. മറുത. അതാണോ പക്ഷെ അത് ആൾക്കാർ ലോപിച്ച് ഡിറോഗേറ്ററി ആയിട്ട് വിളിക്കുന്ന ഒരു വാക്കാണ് മറുത എന്ന് പറയുന്നത്. ഈ പറഞ്ഞമാരൊരു റൗഡീഷ് ആയിട്ടുള്ളൊരു ലേഡിയെ ഇപ്പൊ ഡിഫെൻസീവ് ആവുന്നവരെ വിളിക്കുന്ന വാക്കാണത്. അതുണ്ട്. അതിപ്പോ നമ്മള് ഇപ്പം വാക്കുകളുടെ അർത്ഥം എല്ലാം പോയി കഴിയുമ്പോൾ നമുക്കിപ്പം അത് ഒരു കൂത്തിച്ചി എന്നുള്ള വാക്കല്ലേ? Words that are used to pull back women who are strong and independent. Definitely. ഇഷ്ടംമാരെ വാക്കുകളുണ്ട്. ഓക്കെ, പറഞ്ഞു. അല്ല, ഇപ്പം മറുത എന്നുള്ളത് ആണുങ്ങൾക്കൊക്കെ എതിരെ ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇതൊരു ആക്ച്വലി ഒരു ഫീമെയിൽ ഗോഡസ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഭൂതം എന്നുള്ള അർത്ഥത്തിൽ മറുത എന്നുള്ള വാക്ക്. പിന്നെ ഈ വാക്കുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന്റെ അർത്ഥങ്ങൾ കാലാകാലങ്ങൾ മാറി വരും. ഇപ്പം ഈ മലയാളം ഡിക്ഷണറിയിൽ കൂറത്തുണി എന്നുള്ളത് കൂറ എന്നർത്ഥമുള്ള വാക്കെടുക്കുകയാണെങ്കിൽ ഒരുപാട് പാട്ട്. അർത്ഥങ്ങളുണ്ട് അതില്. നമ്മൾ കൂറത്തുണി എന്നെന്താ പറയുന്നത്? അഴുക്ക് പിടിച്ച തുണി എന്നാണ് അർത്ഥം. പക്ഷെ അതിന്റെ കറക്റ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറ എന്ന് പറയുന്നത് ദേവിയെ ഉടുപ്പിക്കുന്ന ഡ്രസ്സിനെയാണ് കൂറ എന്ന് പറയുന്നത്. വിഗ്രഹത്തിൽ ചേർക്കുന്ന ഉടയാടയ്ക്ക്. കാര്യം എന്ന് വെച്ചാൽ ഈ അവിടെ വെക്കുന്നതുകൊണ്ട് ഈ വിളക്കിന്റെ കരിയൊക്കെ അടിച്ച് ഇതങ്ങ് കറുത്തു പോകും. കുറെ കഴിയുമ്പോൾ എടുത്തങ്ങ് കളയും. അപ്പോഴാണ് ഇത് കൂറ. അപ്പൊ ആ ഒരു ഹോളി ക്ലോത്ത് എന്നുള്ളത് ഒരു റാഗായി. നമ്മൾ നാറ്റം എന്ന് പറയുമല്ലോ, നെഗറ്റീവ് സ്മെല്ല്. സംഘകാല കവിതകളിലൊക്കെ നാറ്റം എന്ന് പറയുന്നത് നല്ല മണത്തിനാണ്. ഈവൻ നമ്മളിപ്പം വാസന എന്നുള്ള അർത്ഥമാണ് ഇപ്പൊ. വാസന ഇപ്പം കൃഷ്ണകുമാർ കൂത്തച്ചി എന്നുള്ള വാക്കിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തേവിടിശി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് കൊട്ടേഷൻസ് ആണ്. പക്ഷെ ദേവദാസി എന്നുള്ള വാക്കിൽ നിന്നാണ് തേവിടിശി വരുന്നത്. കൂത്തച്ചി എന്ന് പറയുമ്പോ കൂത്തമ്പലത്തിലെ ഡാൻസ് കളിക്കുന്നു.
ഈ ഒരു കാലത്ത് പോസിറ്റീവ് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. ജാതിപ്പേര് പുലയൻ എന്നുള്ള വാക്കിന് വിളിക്കരുത് എന്ന് പറയുന്നില്ലേ? പക്ഷെ പുലം എന്ന് വെച്ചാൽ അർത്ഥം വയലെന്നാണ്. വയലിൽ നിന്ന് വയലിന്റെ രാജാവാണ് ശരിക്കും പുലയൻ. പുള്ളി അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് പൊന്നു വിളയിക്കുന്ന ആളാണ് പുലയൻ എന്നാണ് അർത്ഥം. പക്ഷേ തീർച്ചയായിട്ടും. ഉം. പക്ഷെ വേറെ രസമുണ്ട്. ഇത് എക്കാലവും പുലയര് താണജാതി അല്ലായിരുന്നു. നമുക്ക് ട്രിവാൻഡ്രത്തിനടുത്ത് പുലയനാർക്കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പുലയനാർ എന്ന് പറയുമ്പോൾ പുലയന്മാരുടെ നേതാവ് രാജാവ് എന്നൊക്കെ അർത്ഥം. അപ്പം അവിടെ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു, ഭയങ്കര സുന്ദരിയായിരുന്നു. കോത എന്നാ പേര്. ചിലപ്പോ സുന്ദരി കോത എന്നുള്ള വാക്ക് ചിലപ്പോ അവിടെ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ അവരെ മോഹിച്ച് നടന്ന വേറെ രാജാക്കന്മാരുടെ കഥയൊക്കെ ഉണ്ട്. എനിവേ തിരിച്ച് മറുതയിലേക്ക് വരാം. എനിവേ മറുതയെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ. മാടനും അതെ, നമുക്ക് കാളമാടനുണ്ട്, ചുടലമാടനുണ്ട്, ചങ്ങലമാടനുണ്ട്. ഇവരെല്ലാം കൂടുതലും തമിഴ്നാട്ട് ആ ഏരിയയിലാണ് ഇവരുടെ അമ്പലങ്ങളൊക്കെ കാണുന്നത്. അല്ല, തിരുവനന്തപുരത്ത് കുറെ മാടൻ കോവിലുകളുണ്ട് പലയിടത്തും. മാടങ്ക് മറ്റേ ഈ വാളൊക്കെ പിടിച്ച് നിൽക്കുന്ന. നാട്ടു അത് ദൈവമാണല്ലേ, ഒരു വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഒരു കാവൽ ദൈവങ്ങളാണ്. കാവൽ ദൈവം. മാടമ്പി കാവൽ എന്ന് ദൈവം പറയുന്നത് ഇതെന്നുള്ള വല്ലതും ആണോ? നല്ലൊരു ഐഡിയ ആണ്. ചിലപ്പോ ഒരു പക്ഷേ ആയിരിക്കും. ഏതാ നമുക്ക് തികഞ്ഞു അറിയില്ല, നോക്കാം. ഞാൻ മാടമ്പി മാടമ്പി. അല്ല, പറയാൻ വേർഡ്സിന്റെ പറ്റും. റൂട്ട്സ് മേ ഏത് മേ ബി വഴിക്കൊക്കെ വരുന്നെന്ന് പറയാൻ മേ പറ്റില്ല. മേ ബി അതെ. മാടം എന്നുള്ള വാക്ക് ഭവനം എന്ന അർത്ഥം ഉണ്ടാവും. നമ്മുടെ നോക്കാം. ഇതില്ലേ, മലയാളി മാമന് വണക്കത്തില് ഇവന് ആണ്ടിപ്പെട്ടി അന്വേഷിച്ച് ചെല്ലുന്നില്ല, ഇത് കലാപമണി അന്വേഷിച്ച് ചെല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഇന്ന സ്ഥലം മറ്റേ അയാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, നേരെ പോയിട്ട് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഒരു പട്ട ചാരായോ എന്തോ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാം, കുറച്ചങ്ങോട്ട് ചെന്നാൽ മതി, നമ്മ നാട്ടു കുലദൈവം. അതല്ല, കുലദൈവം ഒന്നുമല്ല ചേട്ടാ, ശരിക്കുള്ള മനുഷ്യനാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് കത്തിയത്, ഓ ഇതാണ് ഉദ്ദേശിക്കുന്നത്, കാവൽ ദൈവത്തിനെയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് അവിടെ. കാവൽ ദൈവം അങ്ങനെ കുറെ ഉണ്ട്. എനിക്കൊന്ന് മധുരവീരൻ എന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും കാലത്ത് ഉള്ളൊരു രാജാവായിരിക്കും. ഇവരുടെ വീരശൂര പരാക്രമമൊക്കെ കണ്ടിട്ട് ദൈവാക്കുന്നേ. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കണ്ടില്ലേ, മുനീശ്വരൻ, യോഗീശ്വരൻ ഒക്കെ പറഞ്ഞ് അതൊക്കെ ചിലപ്പോ ഇതേപോലെ കുറച്ച് സ്റ്റോറീസ് കാണും. അവര് ദൈവങ്ങളായി, ബാക്കി ചിലര് ദുർദേവതകളായി. അല്ല, ബേസിക്കലി ഈ പറയുന്ന കഥാപാത്രങ്ങളൊക്കെ മുനീശ്വരൻ, യോഗീശ്വരൻ, വേട്ടയ്ക്കൊരു മകൻ, എല്ലാവരും ഈ നാലമ്പലം വച്ചിട്ട് അതിൻ്റെ അകത്തെ ഉപദേവതകളാണ് ഈ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഈ പേഗൻ ഡീറ്റീസിനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന വഴി എല്ലാവരെയും പോപ്പുലറൈസ് ചെയ്യാണ്. അസിമുലേഷൻ. അല്ല, അത് അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ബേസിക്കലി ഹിന്ദുയിസം പ്രോബബ്ലി വാസ് എ നോൺ വയലന്റ് അസിമുലേഷൻ between Aryans and Dravidians. ആര്യൻസ്, വേദിക് ആര്യൻസ് ഉണ്ട്, നോൺ വേദിക് ആര്യൻസ് ഉണ്ട്. നോൺ വേദിക് ആര്യൻസിന്റെ ദൈവങ്ങളായിരുന്നു കൃഷ്ണനും രാമനും ഒക്കെ. കൃഷ്ണന്റെ ഒക്കെ ഫസ്റ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ അവരറിയപ്പെടുന്നത്, നമുക്ക് അറിയാവുന്ന രൂപം ഇതാണ്. നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിലൊക്കെ കാണുന്നത് കൃഷ്ണൻ, ബലരാമൻ, സുഭദ്ര. പക്ഷെ അവർ ഉപയോഗിച്ചിരുന്ന പേര് വാസുദേവൻ, ബാലദേവൻ, ഏകനാംശ എന്ന പേരുകളാണ്. അതിന്റെയൊക്കെ ചില രൂപങ്ങൾ ഈജിപ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, ഏതോ സിവിലൈസേഷനിൽ അവരുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഈജിപ്തില് കുറെ ഗ്രീക്കുകാരൊക്കെ ഈ മതത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുവാണെങ്കിൽ നമ്മുടെ പ്രൊമിത്യൂസ് കണ്ടിട്ടില്ലേ, ഏലിയൻ സീരീസിന്റെ പ്രൊമിത്യൂസ്, അതില് ഈ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു സാധനത്തെ കാണിക്കുന്നുണ്ട്, മനുഷ്യന്റെയൊക്കെ പൂർവികൻ എന്ന് പറയുന്നത്. പുള്ളി ആദ്യം കാണിക്കുന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ടാണ്. ആ ഹെൽമെറ്റ് ഇങ്ങനെ വന്നിട്ട് ഒരു തുമ്പിക്കൈ പോലെ താഴത്തേക്കാണ് പുള്ളിയുടെ തല. അതായത് അങ്ങനെയാണ് അവരുടെ ഒരു ഫോട്ടോ, ഒരു ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാച്ചു ആയിട്ടാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്, നമ്മുടെ ഇതിൽ നിന്ന് എടുത്തത്, മീൻസ് ആക്ച്വലി ഹിന്ദു മിത്തോളജിയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചതാണ് ആ ഭാഗം. ലിങ്ക് ചെയ്യാൻ നോക്കിയതാണ്, ഇങ്ങനെ ആയിരിക്കാം ഒരു മിത്തോളജി വന്നത്. അത് ആക്ച്വലി എന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാല് 79 ഏലിയൻ എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതിലാണ് അത് വരുന്നത്. അപ്പൊ ഈ ഒരു ക്യാരക്ടറിന് അന്ന്
ഈ ഏരിയനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഈ മുഖംമൂടി വിട്ടേക്കുന്നതാണ്. പക്ഷെ ഈ മുഖംമൂടി ആ സിനിമയില് അസ്ഥികൂടത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്തത്, ഒരു സ്പേസ് സ്യൂട്ട് ആയിട്ടല്ല. അല്ല അതിന് ആൾക്കാർ ഇത് ഞാൻ പറഞ്ഞത് മറ്റേ എഞ്ചിനീയർ എന്നൊരു ക്യാപ്റ്റൻ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. നമ്മള് അതിനകത്ത് തന്നെ സ്പേസ് ജോക്കി എന്നാണ് എല്ലാവരും വിളിച്ചോണ്ടിരുന്നത്, ഇതിന്റെ ഫാൻസ് ഒക്കെ വിളിച്ചോണ്ടിരുന്നത്. എനിക്കിതൊരു റെക്കോൺ ആയിട്ടാ തോന്നിയില്ല. ഇതിപ്പം ഓബിയസ്ലി. അല്ലാതെ ഇതൊക്കെ എഞ്ചിനീയർ എഴുതി വെച്ചിട്ടുണ്ടാവില്ലല്ലോ. എല്ലാം ഒന്നും എഴുതി വെച്ച് കാണില്ല, അവസാനം കൊണ്ട് ചേർക്കുന്നതായിരിക്കുമല്ലോ. ഇനി വല്ല ടോപ്പിക് ഉണ്ടോ ഈ ഏരിയയിൽ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ കെ ഹരികുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഓത്തറിനെ, പുള്ളി ഡാഗിനി അങ്ങനത്തെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് മലയാളിയാണെന്നാണ് എൻ്റെ വിശ്വാസം, കുറെ ഇത് എഴുതാറുണ്ട്. അപ്പോൾ അതിൽ പുള്ളി ഒരു ഇൻസ്റ്റഗ്രാമിൽ പുള്ളിൻ്റെ ഒരു സീരീസ് ഇപ്പോൾ നടക്കുന്നത് നാഗാസിനെ കുറിച്ച്, അതായത് നമ്മുടെ കേരളത്തിലെ നാഗസങ്കല്പത്തിനെ കുറിച്ചുള്ള സീരീസ് പുള്ളി ഇറക്കിയിരുന്നു. നമ്മുടെ നാട്ടിൽ നാഗാസ് ആക്ച്വലി ക്വൈറ്റ്, നമ്മുടെ വേർഷിപ്പിൽ നാഗദൈവങ്ങൾക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇപ്പം ഏത് അമ്പലത്തിൽ പോയാലും അവിടെ ഒരു നാഗത്തറയുണ്ട്. ഇല്ലാത്ത അമ്പലങ്ങൾ വളരെ കുറവാണ്. അതുമാതിരി സർപ്പക്കാവുകളും അതുമൊക്കെ നമ്മുടെ കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. ഞങ്ങളുടെയൊക്കെ തറവാടുകളിലും ഇതുണ്ടായിരുന്നു, സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും അച്ഛൻ്റെ വീട്ടിൽ അവർക്ക് കളം നടത്തും അവർ എല്ലാ കൊല്ലം. ഈ ഇത് വരച്ചിട്ട് മറ്റേ വലിയ കളം വരച്ചിട്ട് നടത്തും. അപ്പോൾ അവിടെ കുറേ പേരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മുടി അഴിച്ചിട്ട് ആൾക്കാർ ആടി കളം ഇതാക്കണത്. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല അതുവരെ. ഇതൊരു കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് അവിടെ നടക്കേണ്ടത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ ഒരു എനർജിമാരെ വന്നിട്ട് അവർ വന്ന് തന്നെത്താനെ ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അവരോടാരും പറഞ്ഞിട്ടൊന്നുമല്ല അവർ ചെയ്യുന്നത്. പക്ഷെ അവർ വന്നിരുന്ന് ഇങ്ങനെ മുടി അഴിച്ചിട്ട് ആടി അകത്തുനിന്നൊക്കെ ആൾക്കാർ തുള്ളി വരുന്നു അച്ഛൻ പറഞ്ഞു നിൽക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇതായി തോന്നിയൊരു കാര്യം, നമ്മുടെ വീടും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഒരു കോർണർ യു ഡെഡിക്കേറ്റഡ് ദി സ്പേസ് ഓഫ് വൈൽഡ്നെസ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭംഗിയുള്ളൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ബാക്കി എന്ത് സ്ഥലവും നമ്മൾ വെട്ടി ഒതുക്കിയാലും ഈ ഒരു ഭാഗം യു ലീവ് ഇറ്റ് ആസ് ഇസ്. നമ്മളവിടെ വിളക്ക് കൊളുത്താനല്ലാണ്ട് നമ്മൾ വേറൊന്നിനും സർപ്പക്കാവുകൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതുള്ളൊരു ഇതായി തോന്നിയേക്കുന്നത്. എപ്പോഴും എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നി. പാമ്പുകളെ എനിക്ക് ഭയങ്കര പേടിയാണ്. പാമ്പുകളെ കണ്ടാൽ ഞാൻ പരിസരത്ത് കൂടെ പോവില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയി തോന്നുന്ന വേറൊരു ഡെമിഗോഡാണ് സർപ്പദൈവങ്ങൾ. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്, കാവ് തീണ്ടുക എന്നുള്ളൊരു സംഭവമുണ്ട്. കാവ് തീണ്ടരുത് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇക്കോസിസ്റ്റമാണ്, ആകെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടുത്തെ മരങ്ങളും ഇപ്പോൾ നമ്മുടെ ഇത് തന്നെയാണ് പറഞ്ഞാൽ പൻഡോറ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അതിനകത്തുള്ള എല്ലാ ജീവികളും. അതൊരു സംരക്ഷിക്കാൻ പറ്റിയ ഒരു ഭാഗം മാത്രം, അതായത് അവർക്ക് സംരക്ഷിച്ച് നിർത്താൻ, കാരണവന്മാർക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് അവരതിനകത്ത് ഒരു ദൈവികമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു നാഗത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. കാവ് തീണ്ടരുത് എന്ന് പറയാൻ കാരണം, കാവ് തീണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ്, നമ്മളെ അത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്ന ഉദ്ദേശത്തിലല്ല പറയുന്നത്, ഭയപ്പെടുത്തി നിർത്തിയതാണ്. പക്ഷെ ഇപ്പോൾ ആരും അത് ചെയ്യുന്നു, ഇപ്പോൾ ആരും നോക്കുന്നൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാം ഈ ആമേട അല്ലെങ്കിൽ നമ്മുടെ മണ്ണാർശാല, പാമ്പുമേക്കാവ്, വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ, സങ്കല്പം നമ്മൾ വാങ്ങിയ സ്ഥലത്തുണ്ടെങ്കിൽ അവരതിനെ ഒരു പൂജയൊക്കെ ചെയ്ത് അവിടെ കൊണ്ടുപോയി അങ്ങ് പ്രതിഷ്ഠിക്കും. എല്ലാം ഇപ്പോൾ അവിടെ എത്തുന്നത്. അവസാനം ഇപ്പോൾ അവർ ചിലർ പറയാൻ തുടങ്ങിയെന്ന്, ഹോൾഡ് ഓൺ, ഞങ്ങളുടെ കയ്യിൽ സ്പേസ് ഫുള്ളായി, ഇനി സ്ഥലമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള എന്താ പറയുക, പല അമ്പലങ്ങളിലും പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഇത് പണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു പരിപാടി മാത്രമാണ്, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് കോൺവെർസേഷൻ ആസ് യൂഷ്വൽ. അധികം പുസ്തകങ്ങൾ ഉണ്ടായില്ല ഇന്ന് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്നത് ഒരുപാട് മിത്സും ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റി. അപ്പോ എന്താണ് ഒരു നിഘണ്ടു നിറച്ച് സാധനങ്ങളായിരുന്നു. ഒന്നേ ഉള്ളെങ്കിൽ എന്നിട്ട് ഒന്നൊന്നര പുസ്തകമാണ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ദിസ് ഇസ് സന്ദീപ്, ലേഖ, അനൂപ് ആൻഡ് കൃഷ്ണകുമാർ signing off. Have a good day. Bye.